ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദരാ. എന്ന് പറയാ, ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദരാ. ഞാൻ എന്റെ ജീവിതവും പരാജയപ്പെട്ടു പോയി. നിങ്ങളോട് ഞാൻ പറയാ, ഞാൻ വലിയ സർക്കാരിന് കൊടുത്തു. സർക്കാർ എനിക്ക് കാശ് തന്നില്ല, ബാങ്കുകാർ ലോൺ തന്നു. അങ്ങനെ ഞാനിപ്പൊ കൃഷി എടുത്ത് ഞാൻ 20 കൊല്ലം മുമ്പേ മദ്യപാനം നിർത്തിയവനാണ്. പക്ഷെ ഞാൻ മദ്യപാനം തുടങ്ങി. എന്തിനാ മദ്യം അടിക്കുന്നതിന്? അതിന് പരിഹാരമാകോ? അതിന് പരിഹാരം അല്ല ചെയ്ത് സഹോദരാ, നിങ്ങൾ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. ഞാൻ പരാജയപ്പെട്ടു പോയി. ചേട്ടൻ പരാജയപ്പെട്ടിട്ട് ചേട്ടന്റെ കൂടെ നമ്മളുണ്ട് കേട്ടോ. ചേട്ടൻ ഞാൻ വരാം കേട്ടോ, നമ്മള് വരാം. നാളെ ഞാൻ എനിക്ക് ജീവിക്കാൻ മാർഗമില്ല. ഞാൻ കൃഷിയിൽ നിന്ന് സർക്കാരിന് കിട്ടും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കൃഷി ചെയ്യുന്ന മാത്രമേ ഉള്ളായിരുന്നു. കൃഷി ചെയ്യുന്ന ഒരു വരുമാനമേ ഉള്ളായിരുന്നു. അത് പുള്ളിക്ക് കടമുണ്ട്. എങ്ങനെയാണ് പ്രസാദ് കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? അത് പലിശയ്ക്ക് മേടിച്ചും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തില്ല. പിന്നെ ആരോടെങ്കിലും പലിശ മേടിക്കും, അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ മേടിച്ച് പണയം വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല. ഈ പുള്ളിക്ക് കടം നിൽക്കാൻ വയ്യാതാണ്. ഇപ്പോൾ ഇതൊരു 5 സെന്റ് സ്ഥലമാണ്. 5 സെന്റ് സ്ഥലത്താണ് വീട് അല്ലേ? അതും പണയം പൈസ മേടിച്ചായിരുന്നു. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ മക്കളും അറിഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ കുറച്ച് അടയ്ക്കുന്നുണ്ടായിരുന്നു. അതും പെൻഡിങ് ആയിട്ട് കിടക്കുക. നിരാശയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കടം പുള്ളിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം എങ്ങൊന്നും കിട്ടാനും മാർഗമില്ല. എന്നാന്ന് വെച്ചാൽ ഇപ്പം സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. തൊഴിലും കുറവായ കാരണം മേടിച്ചാൽ കൊടുക്കാനും മാർഗം വേണ്ട. അത് കാരണം പുള്ളി അതിനും പുറകോട്ടായിരുന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന നാട്ടിൽ ആലപ്പുഴ കുട്ടനാട്ടിലെ ഒരു കർഷകൻ തനിക്ക് ലഭിക്കാൻ സർക്കാർ നൽകാനുള്ള പണം കിട്ടാത്തത് മൂലം ആത്മഹത്യ ചെയ്തു. ഞാൻ പരാജയപ്പെട്ടു പോയി, എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, എൻ്റെ മരണത്തിന് ഉത്തരവാദി സർക്കാരും ബാങ്കുകളുമാണെന്ന് എഴുതി വെച്ചാണ് കുട്ടനാട്ടിലെ പ്രസാദ് ആത്മഹത്യ ചെയ്തത്. നാട്ടിലെ കർഷകരെ ആകെ ഞെട്ടിച്ച ആത്മഹത്യയായി അത് മാറി. PRS, അതായത് പാഡി റെസിപ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന കെണിയിൽപ്പെട്ടാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തതെന്ന് ആത്മഹത്യാ വീഡിയോയിലും ഒപ്പം സമീപവാസികളായ കർഷകരും പറയുന്നു. ഏതായാലും കുടിശ്ശിക നെൽകർഷകർക്ക് കോടികളാണ്. ധനപ്രതിസന്ധി പറഞ്ഞ് ആദ്യം പിടിക്കുന്നത് പാടത്ത് മണ്ണിൽ പണിയെടുക്കുന്ന ഈ പാവങ്ങളെയാണ്. 2 വർഷമായി നെൽകർഷകന്റെ സ്ഥിതി അതീവ ദയനീയമാണെന്ന് ഈ രംഗത്തെ ആളുകൾ തുടർച്ചയായി പറയുന്നുണ്ട്. PRS വായ്പയുടെ പേരിൽ കർഷകന് ബാധ്യത ഉണ്ടാകില്ലെന്ന് മന്ത്രിമാർ ആവർത്തിച്ചു പറയുന്നു. പക്ഷേ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഏതാണ്ട് 2500 കോടിയോളം രൂപ ബാങ്കുകൾക്ക്, ബാങ്ക് കൺസോർഷ്യത്തിന് ഈ വിചിത്രമായ PRS സ്കീമിന്റെ പേരിൽ സർക്കാർ നൽകാനുണ്ട് എന്നുള്ളതാണ്. അതായത് കർഷകൻ തൻ്റെ അധ്വാനത്തിൽ, തൻ്റെ മണ്ണിൽ അധ്വാനിച്ച് താൻ ഉണ്ടാക്കുന്ന നെല്ല് സർക്കാരിന് കൊടുക്കുമ്പോൾ സർക്കാർ നൽകുന്നത് വായ്പയാണ്. സർക്കാർ ബാങ്കുകളുമായി ചേർന്ന് നൽകുന്ന വായ്പയാണ്. ഈ വായ്പ തുക സർക്കാർ ഈ കർഷകന്റെ അക്കൗണ്ടിൽ അടച്ചാൽ മാത്രമാണ് ഈ വായ്പാ കടയിൽ നിന്ന് സർക്കാർ രക്ഷപ്പെടുക. എത്ര വിചിത്രമായ സ്കീമാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നതെന്ന് ആലോചിക്കൂ. ഇത് പലർക്കും ഇതിലേക്കൊരു ധാരണയില്ല. ഈ ബാങ്ക് കൺസോർഷ്യവുമായി സർക്കാർ ഉണ്ടാക്കിയ കരാറിൻ്റെ വ്യക്തതകൾ പല കർഷകർക്കുമില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങളുടെ ഒരു വ്യക്തതയിലേക്ക് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം പ്രേക്ഷകർ. അതാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അടുത്ത 1.5 മണിക്കൂർ കണ്ണു തുറക്കൂ സർക്കാരെ കർഷകർക്കായി. നെൽകർഷക സംരക്ഷണ സമിതിയുടെ പ്രതിനിധി ശ്രീ സോണിച്ചൻ പുളിങ്കുന്ന് നമ്മോടൊപ്പമുണ്ട്. കർഷകനായ ഉമേഷ് നമ്മോടൊപ്പം ചേരുന്നു. നടനും കർഷകനുമായ കൃഷ്ണപ്രസാദും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ജിൻഡോ ജോൺ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ അല്പസമയത്തിനകം ചേരും. CPM-ൽ നിന്ന് VPP മുസ്തഫയും നമ്മോടൊപ്പം എത്തും. ഒപ്പം ബി രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹം BJPയുടെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ സോണിച്ചൻ പുളിങ്കുന്ന്, PRS അതായത് പാഡി റെസിപ്റ്റ് സ്കീം, അതിൻ്റെ പേരിലാണല്ലോ പ്രസാദിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇത് ഈ കേൾക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കിതിനെക്കുറിച്ച് കാര്യമായ വ്യക്തതയില്ല. ഇപ്പോൾ പഠിച്ചപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത് മാത്രമാണ്. ബാങ്ക് കൺസോർഷ്യവുമായാണ് ഈ ഇടപാട് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളത്. കർഷകൻ അവൻ്റെ പാടത്ത് പണിയെടുക്കുന്ന നെല്ല് സർക്കാരിന് കൊടുക്കുമ്പോൾ ഇതൊരു ലോൺ സ്കീമായി കർഷകന് പണം കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കർഷകന് ലഭിക്കുന്നു. അതിനുശേഷം സർക്കാർ ഈ പണം അടച്ചില്ലെങ്കിൽ സാധാരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പോലെയുള്ള ബാധ്യത ഈ കർഷകന് വരികയാണ്. എത്ര വിചിത്രമാണ് ഈ സംഗതി സോണിച്ചൻ.
തീർച്ചയായിട്ടും ആദ്യമേ തന്നെ പറയട്ടെ, ആത്മഹത്യകളൊന്നും പരിഹാരമാകുന്നില്ല. ആത്മവീര്യത്തോടെ നമ്മൾ പോരാടുകയാണ് ചെയ്യേണ്ടത്. ഇനി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കറിയാം. നെല്ല് സംഭരണം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. കഴിഞ്ഞ 18 വർഷക്കാലമായി തുടർന്നു വരുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നു, അതിന്റെ വില PRS ആയി അവർക്ക് ലോണായ അവർക്ക് അക്കൗണ്ടിൽ എത്തിക്കുന്ന ഒരു പ്രോസസ് നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായത്. ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടം വരെ വലിയ പ്രതിസന്ധികളില്ലാതെ ഭംഗിയായി ഈ മേഖല മുന്നോട്ട് പോവുകയായിരുന്നു. അല്ലറ ചില്ലറ പരാതികൾ ഒഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളില്ല. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ, അതായത് 1.5 വർഷക്കാലമായി, കഴിഞ്ഞ രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണത്തിന് വില ലഭ്യമാക്കുന്ന ആ കാലയളവ് മുതൽ പ്രതിസന്ധികൾ ഉടലെടുത്തതാണ്. ഇത് നെൽ കർഷകര് മുൻപേ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, PRS എന്ന് പറയുന്നത് കർഷകന്റെ വിയർപ്പിന്റെ വിലയാണ്. അവൻ ഉൽപ്പാദിപ്പിച്ച് നൽകിയ സംഭരിച്ചതിന് ശേഷം അതിന്റെ വില അതിന്റെ അക്കൗണ്ടിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ധർമ്മമാണ് ഗവൺമെന്റ്. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സംയുക്തമായിട്ടാണ് ഈ ഒരു കാര്യം ഇതുവരെ ചെയ്തു വന്നത്. നമുക്കറിയാം, 2021-22 കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മളുടെ അക്കൗണ്ടിൽ തന്നു എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ വരെ നമുക്ക് ലഭ്യമായ സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി 2022-23 കാലഘട്ടം വന്നപ്പോൾ മാസങ്ങളോളം നെല്ലിന്റെ വില കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. വ്യക്തതയില്ലാത്ത സാഹചര്യം വന്നു. ആര് നൽകും, എപ്പോൾ നൽകും, എങ്ങനെ നൽകും, ഒരു വ്യക്തതയില്ല. കർഷകർ മുഴുവൻ ആശങ്കയിലായി. ആ തരുണത്തിലാണ് കർഷകർ പ്രക്ഷോഭത്തിലേക്ക് വന്നത്. അന്ന് തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഈ വിവരം നമ്മൾ കൊണ്ടുവന്നതാണ്. കർഷകർക്ക് ലോണായി നൽകുന്ന സമ്പ്രദായം നിർത്തലാക്കി അവർക്ക് രൊക്കം പണം നൽകി അവരുടെ നെല്ല് സംഭരിക്കണം. ബാങ്ക് വായ്പ നൽകുന്നത് വഴി പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിൽ ഈ കർഷകർ, പാവപ്പെട്ടവരായ കർഷകർ പെടുന്നുണ്ട്. സിവിൽ സ്കോർ ഇവരുടെ ലോണിൽ സിവിൽ സ്കോർ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം നെല്ലിന്റെ വില ഞാൻ പോയി ബാങ്കിൽ നിന്ന് 14 സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് നെല്ലിന്റെ വില കിട്ടിയത്. ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോൾ അവരോട് ചോദിക്കുക പോലും ചെയ്തു, ഈ പണം സമയബന്ധിതമായി സർക്കാർ നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ വ്യക്തമായി പറഞ്ഞു, അതിന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഈ ഒപ്പിട്ട് തന്ന വഴി ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം വ്യക്തമായി സർക്കാർ ഈ ഒരു കാര്യത്തിൽ അലംഭാവം കാണിച്ചാൽ ഞങ്ങൾ സിവിൽ സ്കോറിനെ അത് ബാധിക്കും. ഞങ്ങളുടെ മുന്നോട്ടുള്ള കടമെടുപ്പ് ശേഷി അത് ബാധിക്കും. അല്ല, അതാണല്ലോ ഇന്ന് പ്രസാദിന് സംഭവിച്ചത്. സോണിച്ചൻ, കുറച്ചുകൂടി ഉമേഷ് പ്രസാദുമായി ചേർന്ന് നിന്നിരുന്ന ഒരാളാണ്. ഉമേഷിന്റെ പാടമടക്കം പ്രസാദ് നോക്കിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ ഉമേഷ് അത് വ്യക്തമാക്കിയിരുന്നു. ഉമേഷിന് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഈ പ്രസാദിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? വലിയ ആത്മസംഘർഷത്തിലായിരുന്നോ ആ മനുഷ്യൻ? പ്രസാദ് എന്റെ ഒരു സുഹൃത്താണ്, മൂത്ത സഹോദരൻ. പാഠം നോക്കുകയും എന്റെ കൂടെ ഓടി നടക്കുകയും എനിക്ക് വേണ്ടി ഞാനില്ലാത്തപ്പോൾ കാര്യം ചെയ്ത് നോക്കുകയാണ്. പ്രസാദിന്റെ മാത്രം വിഷയമല്ല, ഇത് എന്റെ മാത്രം വിഷയമല്ല, ഈ കേരളത്തിൽ വരുന്ന കൃഷിക്കാരുടെ എല്ലാം വിഷയമാണ്. അതായത് 2006-2007 മുതൽ ഏകദേശം 670 രൂപ മുതൽ സർക്കാർ പണം നൽകി നെല്ല് സംഭരിക്കാൻ തുടങ്ങി അന്ന് മുതലുള്ള വിഷയങ്ങളിൽ 2021 മുതലാണ് ഇത്രയും വലിയ വിഷയങ്ങൾ ഉടൽക്കാറുള്ളത്. സോണി എന്ന് പറയുന്ന ശ്രീ സോണി അത് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം സംഘർഷത്തിലായിരുന്നു എന്ന് 100%. ഒരിക്കൽ പോലും എന്നോട് തുറന്നു പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി ഓമന എന്നോട് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. പ്രസാദിയായിട്ടുള്ള സംഘർഷങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ബാങ്കുകളിലോടൊന്നും പൈസ കിട്ടണില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയാത്തത്? MLA-മാരുടെ 140 MLA, കക്ഷി രാഷ്ട്രീയമില്ലാതെ 140 MLA-മാരുടെ ശമ്പളം 132% വർദ്ധിപ്പിച്ച സംസ്ഥാനമാണ് കേരളം ഈ കോവിഡിന് ശേഷം. പക്ഷെ കർഷകന് കൊടുക്കാൻ പൈസയില്ല. കർഷകൻ ആര് പൈസ കൊടുക്കണമെന്ന് ബാങ്കിനോ സപ്ലൈകോയ്ക്കോ അറിയാത്ത അവസ്ഥ. യഥാർത്ഥ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച നാണ്യവിലയുടെ താങ്ങുവില പോലും അനുസരിച്ച് പണം തരാത്ത അവസ്ഥ. കൃഷിക്കാരന്റെ നെല്ലെടുക്കാൻ കഴിയില്ല, പൈസ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിയും ഒരു MLA-യും ചേർന്ന് തമിഴ്നാട്ടിൽ നിന്ന് നെല്ല് കൊണ്ടുവരുമെന്ന് പറയുന്ന അവസ്ഥ. ഇങ്ങനെയാണോ കർഷകനെ പരിഗണിക്കേണ്ടത്? കർഷക മേഖലയും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും എന്ത് കടമെടുത്തും സംരക്ഷിച്ചാൽ നമ്മുടെ നാട് ശക്തമായി മുന്നോട്ട് പോകും. അതിന് പകരം
കൃഷിക്കാരൻ മുടക്കുന്ന ഏകദേശം പാട്ടക്കാരനാണെങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിലാണ് ഒരേക്കറിന് അവന്റെ ചെലവ്. തിരിച്ചു കിട്ടുന്നത് 22 കിൻഡലിന് മുകളിലല്ലെങ്കിൽ അവന് ലാഭമില്ല. പ്രസാദും പ്രസാദിന്റെ ഭാര്യ പ്രിയപ്പെട്ട ശ്രീമതി ഓമനയും 1600 രൂപയുടെ പണി അവരുടെ നിലങ്ങളിൽ ചെയ്തിരുന്നത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നിരുന്നത്. 1000 രൂപ പ്രസാദിന് കൂലി, 600 രൂപ ഓമനയ്ക്ക് കൂലി, അങ്ങനെ അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് 2 ഏക്കർ സ്വന്തമുണ്ടായിരുന്ന ഒറ്റയ്ക്ക് പോലും കൊടുക്കേണ്ട അവസ്ഥ പ്രസാദിന് വന്നു. അതിനുശേഷം നിലനിൽക്കാൻ വേണ്ടി 2 ഏക്കർ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ തുടങ്ങി. വിതച്ചിട്ട് ഇന്ന് 8 ദിവസം, 8 മുതൽ 9 ദിവസം വരെയായി. ഇന്നലെ പോലും അദ്ദേഹം എന്നോട് പറയാതെ എന്റെ നിലത്തിൽ പോയി കച്ചാനെടുക്കുവാൻ പോയി വന്ന വ്യക്തിയാണ്. അതായത് വിളവെത്ത നെല്ലിനെ മാറ്റുമ്പോൾ 5 മാസമാണ് ഒരു നെല്ലിന്റെ വിള. 120 മുതൽ 130 ദിവസമാണ് ഒരു കാലയളവ്. നിങ്ങൾക്ക് സാധാരണക്കാരന് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ പൈസ നിങ്ങൾ കൃത്യമായി നെല്ലെടുത്തതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ ഈ അവസ്ഥ വീണ്ടും വീണ്ടും മോശമായി പോവുകയുള്ളൂ. ഇത് പാടമല്ലെന്റെ ഹൃദയമാണ് എന്ന് പാടിയ കവി നമ്മുടെ നാട്ടിലുണ്ട്. അത് സത്യമാണ്. 10 ദിവസം മുമ്പാണ് അമ്പലപ്പുഴയിൽ തന്നെ മറ്റൊരു ആത്മഹത്യ നടന്നത്. 1 മാസമായി. എന്തായിരുന്നു മുതലക്കണ്ണീര്? രാഷ്ട്രീയക്കാരന്റെ മുതലക്കണ്ണീരുകൾക്കപ്പുറം കർഷകനോട് സ്നേഹം അവർക്കാർക്കുമില്ല. കർഷകനാണ് നമുക്ക് അന്നം തരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവരെ വഞ്ചിക്കുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന നയങ്ങളാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്തു വരും. പറയുമ്പോൾ വിഷമമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് തരേണ്ടത് നമുക്ക് തരാതെ മറ്റു പ്രക്രിയകളിലേക്ക് പണം മാറ്റിവെക്കുന്നത് കൂടിയാകുമ്പോ പ്രസാദ് 20,000 രൂപ തിരിച്ചടച്ച ആളാണ്. 2011 എടുത്ത PRSന്റെ കീഴിലല്ല, കരമടച്ച രസീത് വെച്ച് കാർഷിക വായ്പ 20,000 രൂപ എടുത്ത് അത് തിരിച്ചടച്ച ആളാണ് മകളുടെ കാര്യത്തിന് വേണ്ടി. അപ്പോ ചെല്ലുമ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് തരില്ല, നിങ്ങൾക്ക് തരാൻ കഴിയില്ല, നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ബാധിക്കുന്നു? 6 മാസത്തിനുള്ളിൽ സർക്കാർ പണം കൊടുത്താൽ സിബിൽ സ്കോറിനെ ബാധിക്കുമോ? ബാധിക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 6 മാസത്തിനുള്ളിൽ സർക്കാർ പണം കൊടുക്കണം. അതാണ് നേരത്തെ പറഞ്ഞു വെച്ചത്. ഈ PRS എന്ന സ്കീമിന്റെ ഏറ്റവും വിചിത്രമായ വശം അതാണ്. സർക്കാർ ആ പണം അടച്ചില്ലെങ്കിൽ കർഷകന്റെ മേലാണ് ബാധ്യത. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഈ മേഖലകളിൽ ഇടപെടുന്ന ആളുകൾക്ക് പോലും ഇതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാവുന്നില്ല. നമുക്കറിയാം സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ധൂർത്ത് ഒരു വശത്ത് അത്തരത്തിലുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും സർക്കാർ ഓരോന്ന് ഈ പിടിച്ചുവെച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സർക്കാരിന് അവരുടെ ഏറ്റവും അവസാനത്തെ കൺസേൺ ആയിരിക്കും ഈ അടിസ്ഥാന വർഗമായ കൃഷിക്കാർ എന്ന് പറയുന്നത്. അവർക്ക് വേറെ ഒരുപാട് പരിഗണനകളുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്ന അതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും കാഴ്ചകളൊക്കെ അതാണ്. അപ്പോൾ ഈ കർഷകനെ പിടിക്കുക, കർഷകന്റെ അത്താഴം മുടക്കുക എന്നുള്ള രീതിയിൽ ഒരു സർക്കാർ മുന്നോട്ട് പോയാൽ ഇതും അതിനപ്പുറം സംഭവിക്കും. ശ്രീ സോണിച്ചൻ, ഞാൻ ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം സംസ്ഥാന ഗവൺമെന്റ് ഒരു കാര്യം പറയുന്നുണ്ട്, കർഷകർക്ക് കൊടുക്കാനുള്ള പണം അവർ കൊടുക്കുന്നുണ്ട്, അവരൊന്നും തന്നെ തടസ്സം നിൽക്കുന്നില്ല, ബാങ്കുകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ബാങ്കുകളുടെ പ്രശ്നം കൊണ്ടാണ് ഈ പണം നൽകാനായിട്ട് താമസിക്കുന്നതെന്നും മറ്റുമാണ്. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. 2021-22 വർഷം നെൽ കർഷകരുടെ 1 കിലോ നെല്ലിൽ കുറവ് വന്നത് 72 പൈസയാണ്. 2022-23 വർഷം 1 കിലോ നെല്ലിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച മിനിമം സപ്പോർട്ട് പ്രൈസ് അവർ വാങ്ങിച്ചെടുക്കുകയും സംസ്ഥാന ബജറ്റിലൂടെ വകയിരുത്തിയ പൈസ നമ്മൾക്ക് തരാതെ ഞങ്ങളിൽ നിന്ന് ആ പൈസ അപഹരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ 1 കിലോ നെല്ലിൽ 1 രൂപ 72 പൈസ വെച്ച് ശരാശരി 1 ഏക്കറിൽ നിന്ന് നമുക്ക് 20 കിലോ നെല്ല് ലഭ്യമായാൽ, 20 കിൻഡൽ നെല്ല് ലഭ്യമായാൽ 3440 രൂപയാണ് ഒരു സാധാരണ കർഷകന്റെ സംസ്ഥാന ഗവൺമെന്റ് കവർന്നെടുക്കുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ ഇവിടെ നമ്മളുടെ ഈ മരണപ്പെട്ട ഈ സഹോദരന്റെ 5 ഏക്കറിലെ കഷ്ടപ്പാടിന്റെ ഫലത്തിൽ നിന്ന് 1 ലോഡ് നെല്ലുണ്ടെങ്കിൽ അതിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുന്ന 1 രൂപ 72 പൈസ പ്രകാരം ഏകദേശം 17,200 രൂപയാണ് അദ്ദേഹത്തിന്റെ കവർന്നെടുത്തിരിക്കുന്നത്. ഈ പണമില്ലാതെ ഉഴലുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തുള്ളവരും എന്റെ പ്രിയ സ്നേഹിതൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തോട് പോലും പറയാതെ പണത്തിന്റെ ആവശ്യത്തിന് ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയിൽ വന്ന് പണിയെടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ കർഷകന് വേറൊരു വരുമാന മാർഗമില്ല. ആ വരുമാന മാർഗമില്ലാത്ത മനുഷ്യൻ വെള്ളത്തിലും ചേറിലും മഴയിലും വെയിലത്തും കിടന്ന് കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിച്ച നെല്ലിന്റെ വില, ആ വില പോലും
പൂർണ്ണമായി കൊടുക്കുന്നില്ല, സമയത്ത് കൊടുക്കുന്നില്ല, കൂടാതെ ബാങ്കുകളുടെ ലോൺ ആയി കൊടുക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, വ്യാപകമായി തെറ്റായ ഒരു കാര്യം കൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. നെല്ല് സംഭരണത്തിൽ ഈ കഴിഞ്ഞ സീസണിലെ നമുക്കറിയാം ഏകദേശം 2,49,305 കർഷകരാണ് സപ്ലൈകോയ്ക്ക് നെല്ല് വിതരണം ചെയ്തത്, നെല്ല് നൽകിയത്. ആ ഇനത്തിൽ ഏകദേശം 2,070 കോടി രൂപയാണ് കർഷകർക്ക് കൊടുക്കേണ്ടത്. ആ തുക 1,491 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് നൽകേണ്ടതാണ്. ആ പണം സെൻട്രൽ ഗവൺമെന്റ് നൽകി കഴിഞ്ഞു. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ കുടിശ്ശികയായി ഇപ്പോഴും 600 കോടി രൂപയുടെ കാര്യം പറയുന്നുള്ളൂ. 1,491 കോടി രൂപ 2022-23 വർഷത്തെ പണമായി സെൻട്രൽ ഗവൺമെന്റ് നൽകണമെന്ന് അവർ നൽകിയിട്ടില്ല എന്ന് അതായത് ഈ കേന്ദ്ര സർക്കാർ നൽകിയ പണം എങ്കിലും ഈ കർഷകർ കൊടുക്കാമായിരുന്നു. ഈ 1,491-ൽ 620 കഴിച്ചാൽ ഏതാണ്ട് 800 കോടിക്ക് അടുത്ത് പണം ഇതുവരെ കേന്ദ്രം നൽകി കഴിഞ്ഞു. അതുപോലും കർഷകന്റെ കയ്യിലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട, അല്ലെ ബാങ്കുകൾക്ക് കൈമാറുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ബാങ്കുകൾക്ക് പോലും കൈമാറണ്ട, നേരിട്ട് എന്തുകൊണ്ട് കർഷകരുടെ അക്കൗണ്ടിൽ എത്തിക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സാധിക്കുന്നില്ല? ഈ പണം മുഴുവൻ വകമാറ്റി ചെലവഴിച്ചിട്ട് നെൽ കർഷകരുടെ പേരിൽ വെറുതെ ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ നടത്തുകയാണ്. തീർച്ചയായും ശ്രീ കൃഷ്ണപ്രസാദ്, ഈ നെൽകൃഷി യഥാർത്ഥത്തിൽ ഈ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് നമ്മൾ വർഷങ്ങളായി കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ നെൽകൃഷി നഷ്ടം മാത്രം വരുന്ന ഒരു കൃഷിയാണോ? യഥാർത്ഥ പരിഗണന അതിന് കിട്ടിയാൽ, സർക്കാരുകൾ കാലാകാലങ്ങളിൽ അത്തരത്തിൽ അതിനെ പരിഗണിച്ചാൽ, സമയത്ത് കർഷകന് പണം നൽകിയാൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കൃഷിയല്ലേ നെൽകൃഷി? അങ്ങനെയല്ലേ താങ്കളുടെയൊക്കെ മുൻകാല അനുഭവങ്ങൾ താങ്കൾക്ക് മനസ്സിലാക്കി തരുന്നത്? സത്യസന്ധമായി പറഞ്ഞാൽ ശ്രീ കൃഷ്ണപ്രസാദ് ഞാൻ എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു, NB ഉണ്ണിപ്പിള്ള എന്നാണ്. അച്ഛൻ കുടുംബപരമായിട്ട് കർഷകനായിരുന്നു. ഞാൻ കൃഷിയുമായിട്ട് ഒരിക്കലും ഒരു ബന്ധമുള്ള ആളല്ലായിരുന്നു. എനിക്ക് കണ്ടുപരിചയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മരണം കഴിഞ്ഞ് 16 വർഷമായുള്ളൂ ഞാൻ ഈ കൃഷിയിലേക്ക് വന്നിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ലാഭനഷ്ടങ്ങൾ, അത് കാലാവസ്ഥയായിരുന്നു നമുക്ക് ലാഭനഷ്ടം നിശ്ചയിക്കുന്നത്. അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. വേനൽ വരാം, നഷ്ടം വരും, പ്രളയം ഉണ്ടാവാം, മഴക്കാലം ഉണ്ടാവാം, വെള്ളപ്പൊക്കം ഉണ്ടാവാം, അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. കാരണം അത് മല്ലടിച്ചാണ് ഞങ്ങൾ, അല്ലെ മണ്ണിനോട് മല്ലടിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ഉൽപ്പാദനം ഉണ്ടാക്കുന്നത്. പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടമല്ലിത്. ഈ കഴിഞ്ഞ 2 വർഷവും, കഴിഞ്ഞ പ്രാവശ്യം വേനലായിരുന്നു, ഈ പ്രാവശ്യം മഴ കൂടി, ഇങ്ങനെയൊക്കെ നഷ്ടങ്ങളാണ് ഭൂരിപക്ഷം കർഷകർക്കും. പക്ഷേ അതൊന്നുമല്ല, ആ ഉണ്ടല്ലോ നെല്ലിൻ്റെ, അതിൻ്റെ പൈസ കിട്ടിയാൽ മാത്രം മതി. നഷ്ടമാണെങ്കിലും അവൻ സഹിക്കും. അടുത്ത കൃഷി ചെയ്യാനുള്ള വ്യഗ്രതയിലായിരിക്കും അവൻ. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. അവന് ഞാൻ ചോദിച്ചില്ല, ഞങ്ങൾ ഇൻഷുർ ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് ഞങ്ങൾ ഏക്കറിന് 100 രൂപ കൊടുത്ത് ഇൻഷുർ ചെയ്തിട്ടാണ് ഞങ്ങൾ കൃഷി മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഒരാൾക്കും ഈ പറഞ്ഞ കാലാവസ്ഥ മോശമായതിൻ്റെ പേരിലോ എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ട് ആർക്കെങ്കിലും അതിൻ്റെ ആനുകൂല്യം കിട്ടിയതായിട്ട് ഞങ്ങൾക്കറിവില്ല. അല്ല, ഒരു സമരം അത് നേരത്തെ കുട്ടനാട്ടിൽ നടത്തിയിരുന്നു. അത് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. കൃഷ്ണപ്രസാദ് ജയസൂര്യ പരാമർശം നടത്തി, ജയസൂര്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷേ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് ആയിരുന്നു. പല ഹാൻഡിലുകളിൽ നിന്നും, ഇടത് ഹാൻഡിൽ നിന്നൊക്കെ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് ആയിരുന്നു. സിനിമാ നടൻ എന്ന ലേബലിൽ ഷോ കാണിക്കാനുള്ള സമരമാണ് എന്ന് പറഞ്ഞു. മന്ത്രി മറുപടി പറയുന്നു, താങ്കൾക്ക് പണം നൽകിയ റെസീറ്റ് അടക്കം എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്ത് അത് പ്രചരിപ്പിക്കുന്നു. പക്ഷേ കർഷകർക്ക് വേണ്ടി ഒരുപാട് കർഷകർക്ക് വേണ്ടി നടത്തിയ സമരത്തിൻ്റെ പ്രത്യാഘാതം കൂടി അനുഭവിച്ചൊരു വ്യക്തിയാണ് താങ്കൾ. നമ്മളാരെയും കളിപ്പിക്കാനല്ലോ, നമ്മൾ യാഥാർത്ഥ്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ സുഹൃത്ത് ജയസൂര്യ പറഞ്ഞതും വളരെ യാഥാർത്ഥ്യമാണ്. അദ്ദേഹം യാഥാർത്ഥ്യ ബോധമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു നടനാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാർഷികമായ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ വ്യവസായ മന്ത്രി ക്ഷണിക്കുകയും അതിനോടൊപ്പം കർഷക മന്ത്രിയായ അദ്ദേഹവും മന്ത്രിയും ഉള്ള വേദിയിൽ വെച്ച് കർഷക മന്ത്രിയാണ് പറയുന്നത്, പുതിയ തലമുറ ഈ രംഗത്തേക്ക് വരുന്നില്ല, ചെളിയുമൊക്കെ പറ്റുന്ന ഈ രംഗത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജയസൂര്യ പറഞ്ഞു, സാർ എങ്ങനെ വരും? എൻ്റെ സുഹൃത്ത് കൃഷ്ണപ്രസാദും അവരോടൊപ്പമുള്ള നിരവധി കർഷകർ നാളെ ഉപവാസം ഇരിക്കുക. അതിൻ്റെ കാരണം അവർക്ക് ഇനിയും പൈസ കിട്ടാനുണ്ട് സാർ. അല്ലാതെ കൃഷ്ണപ്രസാദിന് മാത്രം പൈസ കിട്ടാൻ വേണ്ടി ആരും ഇവിടെ സമരം ചെയ്തിട്ടില്ല. അതിനെ ഉടനെ കൃഷ്ണപ്രസാദിന് പൈസ കിട്ടിയെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം
അവധി വരെ ഉണ്ടായിരുന്ന ദിവസം ആ ബാങ്കിൽ നിന്ന് എൻ്റെ പാസ്സാക്കിയ പാഡി ഷീറ്റും ഇതെല്ലാം ഇവരെടുത്ത് സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിപ്പിച്ചു. ഞാൻ വളരെ വിഷമിച്ചു. കാരണം ചെയ്യാത്തൊരു തെറ്റിന് ഇങ്ങനെ ഒരു കൃഷിക്കാരനായ എനിക്ക് പോലും ഇങ്ങനെ ആണെങ്കിൽ സാധാരണ പ്രതികരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു കൃഷിക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്. അന്ന് പ്രതികരിച്ചു. ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു എനിക്ക് പൈസ കിട്ടി, അതും 3 മാസം കഴിഞ്ഞാണ്. ആ 3 മാസം കഴിഞ്ഞ് എനിക്ക് ലഭിച്ചത് ബാങ്കിൽ നിന്നും വായ്പയായിട്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ആദ്യമായിട്ട് അറിയുന്നത് കൃഷിക്കാരൻ്റെ നെല്ലിൻ്റെ മൂല്യമായിട്ട് തിരിച്ചു കൊടുക്കുന്നത്, അവൻ്റെ ഉൽപ്പന്നം മേടിച്ചിട്ട് അവന് തിരിച്ചു കൊടുക്കുന്നത് അവന് വായ്പയായിട്ടാണെന്ന്. ആ വായ്പ കൊടുക്കുന്നതിൻ്റെ സിബിൽ സ്കോർ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇന്നിപ്പോൾ ഒരു പാവം പിടിച്ച കൃഷിക്കാരൻ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത്. അന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞ് ജയസൂര്യയും കൃഷ്ണപ്രസാദും തിരക്കഥ കാണിക്കുന്നു എന്ന് പറഞ്ഞ മന്ത്രിയും ഒക്കെ പറഞ്ഞതിൻ്റെ 2-ാം ദിവസമാണ് 88 വയസ്സുള്ള ഒരു കർഷകൻ അമ്പലപ്പുഴയിൽ ആത്മഹത്യ ചെയ്യുന്നു. സ്വന്തം ഭാര്യയ്ക്കും മകനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ വളരെയധികം കൈനീട്ടി സ്വന്തം പാടശേഖരം വിൽക്കാൻ വരെ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എന്താ ചെയ്യുക? എനിക്ക് വളരെ വേദനയുണ്ട്. എനിക്ക് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ വളരെ വേദനയുണ്ട്. വളരെ വിചിത്രമായ ഒരു കാര്യം, അതാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ടവരെല്ലാം ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ കർഷകർക്ക് അവരധ്വാനിച്ച നെല്ല് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ കർഷകർക്കത് കിട്ടുന്നത്, പണം ലഭിക്കുന്നത് വായ്പയായാണ്. ആ വായ്പ സർക്കാർ സമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ അവൻ കടക്കാരനാകും, വായ്പ കുടിശ്ശിക മുടക്കിയ ആളെന്നാകും, സിബിൽ സ്കോറിനെ ബാധിക്കും. മണ്ണിൽ അധ്വാനിക്കുന്ന, പാടത്ത് പണിയെടുക്കുന്ന, വെയിലും മഴയും കാലാവസ്ഥയുമൊക്കെ അവഗണിച്ച് കഷ്ടപ്പെട്ട് നമുക്ക് അരി ഉൽപ്പാദിപ്പിച്ച് തരുന്ന കർഷകൻ്റെ കേരളത്തിലെ അവസ്ഥയാണ്. വിചിത്രമാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, നിരവധി കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇടതുപക്ഷ പാർട്ടി CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കൃഷിയുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന് എന്നും ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കൃഷിമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഈ വിചിത്രമായ സംഭവം നടക്കുന്നത്. ഈ കൃഷിമന്ത്രി എവിടെയെന്ന് ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. മലയാളി അസോസിയേഷൻ്റെ പരിപാടിയിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കണ്ണു തുറക്കൂ സർക്കാരെ എന്നാണ് പ്രൈം ഡിബേറ്റ് പറയുന്നത്. കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ്റെ നോവ് അതെല്ലാ കർഷകരിലേക്കും കേരളീയ സമൂഹത്തിലേക്കും മനസാക്ഷിയിലേക്കും പടരുകയാണ്. സോണിച്ചൻ പുളിങ്കുന്നും ഒപ്പം ഉമേഷും നടൻ കൃഷ്ണപ്രസാദും ശ്രീ ജിൻഡോ ജോണും BPP മുസ്തഫയും B രാധാകൃഷ്ണ മേനോനും ഈ ചർച്ചയുടെ ഭാഗമാകും. ജിൻഡോ ജോൺ, ഞങ്ങൾ പറഞ്ഞു വന്നത് ഈ PRS എന്ന സ്കീമുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിചിത്രമായ കാര്യങ്ങളായിരുന്നു. കാരണം കർഷകൻ അവൻ്റെ നെല്ല് സർക്കാരിന് കൊടുക്കുമ്പോൾ സർക്കാർ ഈ ബാങ്കുകൾ പണം നൽകുന്നത് വായ്പയായാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഇത്തരം സംഭവങ്ങൾ, ഒരാൾ രക്തസാക്ഷിയാവേണ്ടി വന്നു, സമൂഹത്തിന് ഈ വിഷയം തിരിച്ചറിയേണ്ടി വന്നപ്പോൾ. പക്ഷേ 6 മാസത്തിനകം സർക്കാർ പണം ബാങ്കിൽ തിരിച്ചടച്ചാൽ ഈ പ്രശ്നമില്ല. ഇവിടെ സർക്കാരിന് പണം തിരിച്ചടയ്ക്കാനാവുന്നില്ല, ബാധ്യത കർഷകൻ്റെ മുകളിൽ വരുന്നു. പക്ഷേ കർഷകന് ഒരു തരത്തിലും മറ്റെന്തെങ്കിലും ആവശ്യത്തിൽ ലോൺ എടുക്കാനോ മറ്റൊന്നും സാധിക്കുന്നില്ല. അതാണ് കുട്ടനാട്ടിലെ പ്രസാദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ജിൻഡോ. ഇല്ല രഞ്ജിത്ത്, ഇത് വല്ലാത്ത സങ്കടമാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ. കാരണം നമ്മൾ മലയാളികളാണെന്നും പറഞ്ഞ് മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ ബ്രാൻഡ് ലോകത്തിന് മുമ്പിൽ അഭിമാന പുരസ്സരം അവതരിപ്പിച്ചു എന്ന് പറയുന്ന കേരളീയം നടന്ന ദിവസങ്ങൾക്കകമാണ് കേരളത്തിലെ ഒരു കർഷകൻ, കേരളത്തിൻ്റെ ബ്രാൻഡിൽ കർഷകരും പെടുന്നുണ്ട്. ഒരു കർഷകൻ അദ്ദേഹം കൃഷി ചെയ്ത് കൊടുത്ത, ഗവൺമെന്റിന് കൊടുത്ത നെല്ലിന്റെ വില കിട്ടാത്തതിന്റെ പേരിൽ ആ കിട്ടിയ വില ബാങ്ക് വഴി കിട്ടിയതും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ ബാധിതപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിന്റെ മരണമൊഴി പോലെ എടുക്കണം അദ്ദേഹം അവസാനം ചെയ്ത ആ ഫോൺ കോൾ. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ് മരണമൊഴിയായിട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ ആത്മഹത്യ ഒരു കൊലപാതകമാണെന്ന് കണ്ട് ഒന്നാം പ്രതി സർക്കാരാണ്, രണ്ടാം പ്രതി ഈ ബാങ്കുകളാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ സർക്കാരിനെതിരെ കൊലക്കുറ്റം ചുമത്തണം. കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ മനുഷ്യൻ, സർക്കാരാണ് എന്റെ ആത്മഹത്യക്ക് പിന്നിലെന്ന്. തീർച്ചയായിട്ടും
ഈ സർക്കാരിനെതിരെ കൊലക്കുറ്റം ചുമത്തിക്കൊണ്ട് ഒരു മനുഷ്യനെ കൊന്നുകളയുന്നതിന് ചുമത്തുന്ന ഏതൊക്കെ വകുപ്പുകളാണോ, ഞാനൊരു നിയമ വിദഗ്ധനൊന്നുമല്ല, പക്ഷെ ആ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്ത് ഇവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഈ വാർത്ത രാവിലെ കാണുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ വാർത്ത കാണുന്നത്. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാനൊരു സാധാരണപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഒരു സാധാരണ മലയാളിക്ക് കണ്ണ് നിറയാതെ ചോറ് വാരി തിന്നാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ച ആളുടെ പേരാ പിണറായി വിജയൻ. ഇവിടെ ആ കർഷകൻ അദ്ദേഹം ചെയ്ത ഫോൺ കോളിൽ പറയുന്നത് എന്താ? ഞാനൊരു പരാജയപ്പെട്ട മനുഷ്യനെന്നാ. അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ള ബോധ്യത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക. ഞാൻ ഈ ചർച്ച കാണുന്ന കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നത്, ഈ സർക്കാർ എത്രത്തോളം കിരാതമായിട്ടുള്ള നടപടികളുമായിട്ട് പോയാലും നിങ്ങളൊക്കെ പിടിച്ചു നിൽക്കണം. ഒരു നാൾ വരും, ഇവനെയൊക്കെ തൂത്തെറിയുന്ന ഒരു ദിവസം വരും. അതുവരെ കാത്തിരിക്കണം. ആരും ആത്മഹത്യയിലേക്ക് പോകരുത്. ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവര് ഒരു കർഷകൻ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിന് സാഹചര്യം ഒരുക്കുന്ന ആളുടെ പേര് പിണറായി വിജയൻ. എങ്ങനെയാ കേരളത്തിലെ കർഷകർ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കർഷകർക്ക് പണം കൊടുക്കാത്ത സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുടെ പേരാ വിജയൻ. ഇതെങ്ങനെയാ വിജയനാകുന്നത്? ഇത് പരാജയനാണ്. ഒരാളുടെ മരണത്തിന് ഉത്തരവാദിയാ. കുറെ മാസങ്ങൾക്ക് മുമ്പല്ലേ ഇതേ സ്ഥലത്ത് മറ്റൊരു കർഷകൻ ആത്മഹത്യ ചെയ്തത്? അന്ന് പറഞ്ഞത്, കൃഷിമന്ത്രി പറഞ്ഞത് ഒറ്റപ്പെട്ട കാര്യമെന്ന. അന്ന് കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ സിനിമാ നടനെയും ജയസൂര്യ എന്ന് പറഞ്ഞ സിനിമാ നടനെയും ഒക്കെ BJP-കാരാണെന്ന് മറ്റു രീതിയിൽ സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് ശ്രീലങ്കയിലെ ജയസൂര്യക്ക് വരെ സമാധാനം കൊടുക്കാത്ത സൈബർ സഖാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞതെല്ലാം സത്യമായിട്ട് ഇന്ന് സംഭവിക്കുകയല്ലേ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക? എന്തിന്റെ പേരിൽ ന്യായീകരിക്കാൻ പറ്റുക? ഒരു കർഷകൻ കേരളത്തിൽ പണം കിട്ടാത്തതിന്റെ പേരിൽ, ബാങ്ക് ബാധ്യതപ്പെട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ കൃഷിമന്ത്രി എവിടെയാ? ഓസ്ട്രേലിയയിൽ. എന്തിനെ കുറിച്ച് പഠിക്കാനാണ് കൃഷിമന്ത്രി പോണേ? നമ്മുടെ ഒരു അറിവനുസരിച്ചിട്ട് കൃഷിമന്ത്രി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട അറിവ് ശേഖരിക്കാനായിരിക്കും എന്ന് കരുതാം. ഈ കേരളത്തിലെ കർഷകന്റെ കണ്ണീര് കാണാത്തവനൊക്കെ ഓസ്ട്രേലിയ പോയിട്ട് എന്ത് കൃഷിപാഠം പഠിക്കാനാ? ഇവർ ഇത്രയും നാളും നടത്തിയ വിദേശ യാത്രകൾ കൊണ്ട് കേരളത്തെ കർഷകർക്ക് എന്തെങ്കിലും അല്ല, കോഴിക്കോട്ട് തകൃതിയായ ഒരു പരിപാടി നടക്കുന്നുണ്ട് ജിൻഡോ. കോഴിക്കോട്ട് വലിയൊരു പരിപാടി, ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി നടക്കുന്നുണ്ട് ഇപ്പോൾ. അതിന്റെ പേര് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം എന്നാണ്. അവിടെ ഇസ്രായേലിന്റെ പലസ്തീൻ ആക്രമണത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയും LDF കൺവീനറും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം, പലസ്തീനൊപ്പം ചേർന്ന് നിൽക്കണം എന്നൊക്കെ. പക്ഷേ ഇവിടെ കുട്ടനാട്ടിൽ പാവപ്പെട്ട കർഷകന്റെ കണ്ണീര് കാണാൻ എന്തുകൊണ്ട് ഇവർക്കൊന്നും ആകുന്നില്ല എന്ന ചോദ്യം കൂടി കേരളീയ മനസാക്ഷി ചോദിക്കുന്നുണ്ട് അവരോട്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഇവിടെ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പൗരാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ സാധാരണപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന നിത്യനിദാനമായിട്ടുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഈ സർക്കാർ പരാജയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ഈ മരണങ്ങളൊക്കെ? ഇവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം കുതിച്ചുയരുകയാണെന്ന്. ഓരോ ദിവസവും എന്ത് ഹാപ്പിനെസ് ആണ് സാർ? ആ മരണപ്പെട്ട കർഷകന്റെ വീട്ടുകാർക്ക് എന്ത് ഹാപ്പിനെസ് ആണ്? ആ മനുഷ്യന്റെ ഫോൺ കോൾ ഞാൻ കേട്ടു. കണ്ണ് നിറയാതെ കേട്ടിരിക്കാൻ പറ്റുമോ? മനസാക്ഷിയുള്ള ഒരുത്തനെങ്കിലും ഈ മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ അല്പം മനസാക്ഷിയുള്ള ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുക്കുന്ന ഉപദേശകരെ ആദ്യം ചാട്ടവാറിനടിച്ച് പുറത്തേക്ക് വിടണം. MC ദത്തനെ പോലുള്ള ഉപദേശകര്, ശാസ്ത്ര ഉപദേശകർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, തെണ്ടാൻ പോകണമെന്ന്. ആ ഉപദേശികളെ ആദ്യം ചാട്ടവാറിനടിച്ച് പുറത്തേക്ക് ഇറക്കി വിടണം. ഇവനൊക്കെ കൂടി ഉപദേശിച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത്രത്തോളം ജനദ്രോഹികളായിട്ട്, ജനവിരുദ്ധരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം ഇവർ ജനസദസ്സുകൾ നടത്താൻ പോവാ. ഇവർ പറയുന്നത്, എല്ലാ ചർച്ചയിലും LDF-ന്റെ പ്രതിനിധികൾ പറയുന്നത് എന്താ? ഒരു നവകേരള സൃഷ്ടിയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. ഇവരുടെ നവകേരള സൃഷ്ടിയിൽ നമ്മളാരും പെടില്ല. ആത്മഹത്യ ചെയ്യുന്ന കർഷകൻ പെടുന്നുണ്ട് ഇവരുടെ നവകേരള സൃഷ്ടിയിൽ. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ വഴിയിൽ പിച്ചയെടുക്കാൻ പോകുന്ന അമ്മമാര് പെടുന്നുണ്ട് ഇവരുടെ നവകേരള സൃഷ്ടിയിൽ. കുടുംബശ്രീ ഹോട്ടലുകൾ നടത്തിയതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ബാധിതപ്പെട്ട കുടുംബശ്രീയിലെ വനിതകൾ പെടുന്നുണ്ടോ ഇവരുടെ നവകേരള സൃഷ്ടിയിൽ? ആരാണ് ഇവരുടെ നവകേരള സൃഷ്ടിയിൽ പെടുന്നത്? ആരെയാണ് ഇവർ ഉൾപ്പെടുത്തുന്നത് ആ നവകേരള സൃഷ്ടിയിൽ? എത്ര കാലമായി ഈ പണി ഇവർ തുടങ്ങിയിട്ട്? ഇത്രത്തോളം ഒരു സംസ്ഥാനത്തെ കൊള്ളയടിച്ചുകൊണ്ട്, സമസ്ത മേഖലയിലും കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു സർക്കാർ വീണ്ടും വീണ്ടും നമ്മളോട് പറയുകയാണ് ഈ സർക്കാർ ഒപ്പമുണ്ടെന്ന്. ആരോടൊപ്പമാ? ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന് കുരുക്കൊരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ഒപ്പമുള്ളത്. തിരിച്ചു വരാം. ശ്രീ VPP മുസ്തഫ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിന് മുൻപ് മന്ത്രി സജി ചെറിയാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൃഷിമന്ത്രി P. പ്രസാദിന്റെ സാന്നിധ്യത്തിൽ പ്രസംഗിച്ചത്, ആലപ്പുഴയിൽ പ്രസംഗിച്ചത് ഒന്ന് കേട്ടുവരാം. കൃഷി ചെയ്തില്ല ഇവിടെ എന്താണ് സംഭവിക്കുക? തമിഴ്നാട്ടിൽ അരിയുള്ള ഇവിടെ പട്ടണം കിടക്കുന്നത്
10 പൈസ ഒരു നാട്ടിൽ ഒരു പ്രവർത്തിക്ക് കൊണ്ടുവരാതിരിക്കുന്ന ഒരു നാട്ടിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് വികസനം നടത്തുകയാണ്. അപ്പൊ അതിനോട് സഹകരിക്കലേ ഉണ്ട്. പിന്നെ ഈ അടിക്കുന്ന മിഷൻ നമ്മുടെ ഇല്ലേ, മഴയായതുകൊണ്ട് ഉണങ്ങാനും ബുദ്ധിമുട്ടുണ്ട്. ശ്രീ VPP മുസ്തഫ, മന്ത്രി സജി ചെറിയാനാണ് പറയുന്നത് കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്, കൃഷി ചെയ്തിട്ട് എന്താണ് കാര്യം കേരളത്തിൽ? തമിഴ്നാട്ടിൽ നെല്ലുണ്ടല്ലോ, തമിഴ്നാട്ടിൽ നിന്ന് അരി വരുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ നമുക്ക് കൃഷി ചെയ്യാതിരിക്കാം. ഇങ്ങനെ മനോഭാവമുള്ള മന്ത്രിമാരാണ് നമ്മുടെ മന്ത്രിസഭയിലുള്ളത്. പിന്നെ എങ്ങനെ കുട്ടനാട്ടിലെ പാവം പ്രസാദൊക്കെ ആത്മഹത്യ ചെയ്യാതിരിക്കും? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു വാചകം എടുത്തിട്ട് ഏത് സന്ദർഭത്തിൽ നടത്തിയതാണ് എന്ന് വ്യക്തമാക്കാതെ പറഞ്ഞാൽ അതിന്റെ വിശദീകരണം നൽകാൻ വേണ്ടി കഴിയില്ല. താങ്കൾക്ക് ആവശ്യമുള്ള ഒരു പീസ് മാത്രം എടുത്ത് കാണിച്ചിട്ട് ഇതാണ് സജി ചെറിയാൻ ആകെ പ്രസംഗിച്ചത്. അല്ല, അങ്ങനെയല്ല. സജി ചെറിയാൻ പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണത്. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. കൃഷി എന്തിനാണ് നമ്മുടെ നാട്ടിൽ എന്ന് ചോദിക്കുന്നത് നമ്മുടെ മന്ത്രിയാണ്, ആലപ്പുഴയിലെ മന്ത്രിയാണ്, കൃഷിയെക്കുറിച്ച് അറിയാവുന്ന ഒരു മന്ത്രിയാണ്. അതിന്റെ മുമ്പും ശേഷവും പറഞ്ഞത് കൂടി കേൾപ്പിക്കാൻ താങ്കൾക്ക് ആർജവമുണ്ടോ? എന്താണ് അതിന് മുമ്പ് ശേഷം? ഈ ഒരു വാക്ക് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. താങ്കൾ പറഞ്ഞോളൂ. താങ്കള് ഒരു പ്രസംഗത്തിലെ ഒരു സന്ദർഭത്തിലെ പ്രസംഗത്തിലെ ഒരു വാചകം എടുത്തിട്ട് അതാണ് ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ വേണ്ടി കഴിയില്ല. അത് താങ്കളുടെ ഒരു തട്ടിപ്പ് രീതിയാണ്. ആളുകളെ തെറ്റായ ധാരണയിലേക്ക് സൃഷ്ടിക്കാൻ. ഈ മന്ത്രി സജി ചെറിയാൻ പോലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കൃഷി നടത്തരുതെന്ന്. അതിന് മുമ്പും ശേഷവും ഉള്ളതും കൂടി കേൾപ്പിച്ച് ആ പ്രസംഗത്തിന്റെ ഒരു 4-5 മിനിറ്റ് ഭാഗം കേൾപ്പിച്ചിട്ട് പറയണം സജി ചെറിയാൻ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ എന്ന്. അത് കേൾപ്പിക്കാനുള്ള ആഗ്രഹമുണ്ടോ? അങ്ങനെ പോട്ടെ. കാരണം എന്താ, അദ്ദേഹം തന്നെയാണ് ഈ കേരളത്തിൽ കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷി മാത്രമല്ലല്ലോ, മത്സ്യകൃഷി കേരളത്തിലില്ലേ, മത്സ്യ തൊഴിലാളികളുടെ പ്രശ്നങ്ങളില്ലേ. ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയാണ് കേരളത്തിന്റെ തീരദേശങ്ങളിൽ മുഴുവൻ നടന്നിട്ട് ഈ ബ്ലൂ ഇക്കണോമി കൊണ്ടുവന്നിട്ട് നീല സാമ്പത്തിക ശാസ്ത്രം കൊണ്ടുവന്നിട്ട് കേന്ദ്ര സർക്കാർ വൻകിട കുത്തകൾക്ക് കാഴ്ചവെക്കാൻ പോകുന്ന കേരളത്തിന്റെ തീരദേശത്തെ സംരക്ഷിച്ച് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് നിർത്താൻ ഇടപെടുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു മന്ത്രിയുടെ പ്രസ്താവനയിലെ ഒരു വരിയെടുത്ത് വെച്ചിട്ട് അദ്ദേഹം എന്തോ കേരളത്തിലെ കൃഷിയെയും കർഷകരെയും തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ എന്താ വിഷയം? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എത്ര നാളായി ഈ കാർഷിക മേഖലയിലെ പ്രശ്നം നേരിടുന്നു. വിദർഭ എന്ന് പറയുന്നൊരു നാടിനെ കുറിച്ചോ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ കേട്ടിരിക്കുമല്ലോ. എങ്ങനെയാ വിദർഭ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് തന്നെ അന്നത്തെ കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടി വന്നത്? മഹാരാഷ്ട്രയിലെ ഒരു ജില്ലയുടെ ഒരു പ്രദേശത്തിന്റെ പേര് ഇന്ത്യ മുഴുവൻ അറിയുന്ന സ്ഥിതി എങ്ങനെയാണ് ഉണ്ടായത്? പി സായിനാഥ് താങ്കളെ പോലെ ഇന്ത്യയിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണല്ലോ. അദ്ദേഹം കഴിഞ്ഞ ഒരു ദശകത്തിലേറെ കാലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ലേഖനങ്ങളും വാർത്തകളും ഫീച്ചറുകളും നിങ്ങൾ നോക്കൂ. ഇന്ത്യൻ കാർഷിക മേഖല എങ്ങനെയാണ് ദുരന്തമുഖത്തെത്തിയത്? ഇന്ത്യയിലെ കർഷകർ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്? ഇവിടെ പ്രസാദ് എന്ന് പറയുന്ന ഒരാളല്ലല്ലോ, എത്ര കർഷകർ ഈ കഴിഞ്ഞ ആഗോളവൽക്കരണ നയങ്ങൾ വന്നതിന് ശേഷമുള്ള ഈ 10-30 വർഷത്തിനിടയിൽ രാജ്യത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അല്ല, അപ്പോൾ പ്രസാദിന്റെ ആത്മഹത്യയെ താങ്കൾ നിസ്സാരവൽക്കരിക്കുകയാണോ ശ്രീ VPP മുസ്തഫ? ഈ ആത്മഹത്യ താങ്കൾ നിസ്സാരവൽക്കരിക്കുകയാണോ? സർക്കാരിനെതിരെ വളരെ കൃത്യമായി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ട് സർക്കാരാണ് എന്റെ ആത്മഹത്യയിൽ 1-ാം പ്രതി, ബാങ്കുകളാണ് എന്റെ ആത്മഹത്യയിൽ 2-ാം പ്രതി എന്ന് എഴുതി വെച്ച് മരിക്കുകയാണ് ഒരു മനുഷ്യൻ. അത് മനസ്സിലാക്കണം താങ്കൾ. നിസ്സാരവൽക്കരിക്കരുത് ആ മരണത്തെ. ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ നോവ് ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരണമാണ് ശ്രീ VPP മുസ്തഫ. അങ്ങനെ ഒരുപാട് അങ്ങ് ന്യായീകരിക്കല്ലേ. രഞ്ജിത്തെ, താങ്കൾക്ക് തോന്നിയ വാക്കുകളെല്ലാം എന്റേതായിട്ട് വിളിച്ചു പറയരുത്. തനി തോന്നിയ അവതാരകനാണ് താങ്കൾ. ആങ്കർ എന്നുള്ള നിലയിൽ ഞാൻ എവിടെയാണ് ആ കർഷകന്റെ ആത്മഹത്യയെ നിസ്സാരവൽക്കരിച്ചിട്ട് വർത്തമാനം പറഞ്ഞിട്ടുള്ളത്? പ്രസാദ് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ കർഷകർ ആത്മഹത്യയെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്? അത് നിസ്സാരവൽക്കരിക്കാനാണോ? എന്നിട്ട് താങ്കൾക്ക് തോന്നിയത് വിളിച്ചു പറയാനാണോ? ചർച്ചയിൽ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ? അങ്ങനെയല്ല. താങ്കൾ ഈ ആഗോളവൽക്കരണ കാലത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ച് പഠിച്ച് അത് സർക്കാരിനോട് പറയൂ ദയവായി. എൻ്റെ അഭ്യർത്ഥനയാണത്. ഇനിയും ഇത്തരം ആത്മഹത്യകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവരുത്. കഷ്ടമാണ് നമ്മുടെ കർഷകരുടെ കാര്യം. അത് താങ്കളോട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ താങ്കളെ അപമാനിച്ചതല്ല. അങ്ങനെ താങ്കൾക്ക് തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്ന് ഞാൻ പറയുന്നത്, കേരളം ഒരു തുരുത്താണോ? കേരളം ഒരു ജീവാണോ? കേരളത്തിൽ മാത്രമാണോ ഈ കർഷകർ ആത്മഹത്യ ചെയ്തത്? ഞാൻ അതാ പറഞ്ഞു വന്നത്. ഇന്ത്യയിലെ കർഷകർ മുഴുവൻ നേരിടുന്ന ദുരിതത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭാഗമല്ലേ രഞ്ജിത്തെ നിങ്ങളും ഞാനും ഇന്ന് മരിച്ചുപോയ ശ്രീ പ്രസാദും? നമ്മളെല്ലാം ഒരു രാജ്യത്തിന്റെ ഭാഗമല്ലേ? ആ രാജ്യത്തെ കാർഷിക നയമല്ലേ ഇങ്ങനെ? ഞാൻ അതുകൊണ്ട് സായിനാഥിനെ കുറിച്ച് പറഞ്ഞത്. എന്തേ താങ്കൾ ഉദ്ധരിക്കാൻ തയ്യാറാവാത്തത്? സായിനാഥ് നിസ്സാരമായിട്ടാണോ ഈ ലേഖനങ്ങളെല്ലാം എഴുതി കൂട്ടിയിട്ടുള്ളത്?
സായിനാഥ് കഴിഞ്ഞ ഒരു ദശകത്തിലേറെ കാലമായി ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുന്നത് കർഷകരെ നിസ്സാരവൽക്കരിക്കാനാണോ? കർഷക ആത്മഹത്യകളെ നിസ്സാരവൽക്കരിക്കാനാണോ? സായിനാഥിനെ പോലെ താങ്കളുടെ തന്നെ കൂട്ടത്തിലുള്ള ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമ്മളോട് വിളിച്ചു പറയുക, ഇന്ത്യൻ കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തം, ആ ദുരന്തങ്ങളുടെ ബാക്കി പത്രമല്ലേ ഇത്? അല്ലാതെ കേരളത്തിൽ മാത്രം നിങ്ങൾ പറയാം. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ ഭരണത്തിൽ, ഇടതുപക്ഷ ഭരണത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഒരു കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ വേറെ എവിടെയും കർഷകർക്ക് ഒരു പ്രശ്നവുമില്ല. ഇന്ത്യയിൽ വേറെ എവിടെയും കർഷകർ ഒരു സംസ്ഥാനത്തും BJP-യോ കോൺഗ്രസോ ഒക്കെ ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തും ഇന്ത്യയിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നില്ല. അവിടെയൊന്നും കർഷകർക്ക് ഒരു പ്രതിസന്ധിയുമില്ല. ഇവിടെ മാത്രമാണുള്ളത് എന്നാണോ താങ്കൾ കാണുന്നത്? അല്ല, അങ്ങനെയല്ല. ഇവിടെ മാത്രമാവരുത്, എങ്ങും ഉണ്ടാവരുത് ആത്മഹത്യകൾ. പക്ഷെ നമ്മുടെ ഇവിടെ സംഭവിക്കരുത്. ശ്രീ VPP മുസ്തഫ, കഴിഞ്ഞ 2 മാസം മുമ്പാണ് അമ്പലപ്പുഴയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട് പണം, ചികിത്സാ ആവശ്യവുമായി ബന്ധപ്പെട്ട് പണം പിൻവലിക്കാനായിരുന്നില്ല. കർഷകന് 2.5 ലക്ഷം രൂപയോളം സർക്കാർ നൽകാനുണ്ടായിരുന്നു. ഈ പറഞ്ഞ PRS-മായി ബന്ധപ്പെട്ട് ലഭിച്ചില്ല, ആത്മഹത്യ ചെയ്തു ഒരു 80 വയസ്സുകാരൻ. ഇന്നിപ്പോൾ സമാനമായ സ്ഥിതി പ്രസാദിനുണ്ടാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ വേദനയാണ് ശ്രീ VPP മുസ്തഫ. ഇനി അങ്ങനെ സംഭവിച്ചുകൂടാ നമ്മുടെ സംസ്ഥാനത്ത്. അതിൽ ഇടപെടൽ താങ്കളുടെ പാർട്ടി അതിനുള്ള ആർജവം കാണിക്കണം, സർക്കാർ കാണിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്കള് ഈ തന്റെ ഭർത്താവ് മരിച്ച ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലും പ്രസാദിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറയുന്ന, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാനത് പ്ലേ ചെയ്യട്ടെ. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സിവിൽ സ്കോറിന്റെ പ്രശ്നം വന്നത് ഈ PRS വായ്പയുടെ പ്രശ്നമല്ല. പ്രസാദിന്റെ ജീവിച്ചിരിക്കുന്ന ഭാര്യയുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട്. ഈ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലും അവർ പറഞ്ഞ, മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളുണ്ട്, ഞാൻ കേൾപ്പിക്കട്ടെ. എന്താ അവർ പറഞ്ഞത്? നേരത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരുടെ നിയന്ത്രണത്തിലാണത്? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന SBI ലയിപ്പിച്ചിട്ട് SBI ആക്കി മാറ്റിയതല്ലേ? ആ SBI നിന്ന് 10 വർഷം മുമ്പ് 25,000 രൂപ വായ്പ എടുത്തു. വായ്പയായിരുന്നു. ആ വായ്പ അദ്ദേഹത്തിന് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. അത് അടച്ചു സാർ, അത് അടച്ചു. ആ വായ്പ അദ്ദേഹം അടച്ചു. ഇങ്ങനെ പറയരുത്. അദ്ദേഹത്തോടൊപ്പമുള്ള ഗിരീഷ് നമുക്കൊപ്പമുണ്ട്. ശ്രീ ഗിരീഷ്, ക്ഷമിക്കണം, ഉമേഷ് ഉണ്ട്. നമുക്കത് തിരുത്തി പോകാം. ഉമേഷിന് അറിയാമല്ലോ ആ സംഗതി. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഉമേഷ്? ഇല്ല, താങ്കൾ പറയൂ. ഈ 25,000 രൂപ അദ്ദേഹത്തിന് യഥാസമയം തിരിച്ചടക്കാൻ കഴിയുന്നില്ല. കുടിശ്ശികയായി ജപ്തിക്കുള്ള നോട്ടീസ് വന്നു. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ബാങ്ക് നിർബന്ധിച്ചിട്ട്, ബാങ്കാണ് ആ സ്കീമിനെ കുറിച്ച് പറയുന്നത് ഇവരോട്, ആ ഭാര്യ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റത്തവണ തീർപ്പാക്കൽ സ്കീം അനുസരിച്ച് 20,000 രൂപ അടച്ച് അത് തീർത്തു. അങ്ങനെ വർഷങ്ങൾ കുടിശ്ശിക വന്ന വായ്പ, SBIയുടെ വായ്പ ഒറ്റത്തവണ സ്കീമിൽപ്പെടുത്തി തിരിച്ചടപ്പിച്ചപ്പോൾ സിവിൽ സ്കോറിൽ ഇദ്ദേഹത്തെ കുറിച്ച് നെഗറ്റീവ് റിമാർക്ക് വന്നു. അങ്ങനെയാണ് ബാങ്കുകൾ വായ്പ കൊടുക്കാതായത്. അല്ലാതെ PRS-ന്റെ പേരിൽ ഒരു കുടിശ്ശികയും ഇദ്ദേഹത്തിന്റെ പേരിലില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇന്നും നാളെയും ബാങ്കുകൾ അവധിയാണ്. തിങ്കളാഴ്ച ആലപ്പുഴയിലെ താങ്കളുടെ പ്രതിനിധികളെ, ന്യൂസ് 18ന്റെ പ്രതിനിധികളെ ബാങ്കിലേക്ക് അയക്കൂ. ഇദ്ദേഹം ഈ PRS വായ്പ എടുത്തിട്ടുള്ള ബാങ്കുകളിലേക്ക് അയച്ചിട്ട് ഇദ്ദേഹത്തിന്, ശ്രീ പ്രസാദിന് 1 രൂപയുടെ കുടിശ്ശികയുണ്ട് എന്ന് സ്ഥാപിക്കും. നിങ്ങൾ തിങ്കളാഴ്ചത്തെ വൈകുന്നേരത്തെ ഇതുപോലത്തെ ചർച്ചയിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. എങ്ങനെയാണ് ഈ പ്രതിസന്ധി വന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ബാങ്ക് വായ്പകൾ ലഭിക്കാതെ പോയത്? വസ്തുതകൾ വസ്തുതയായി പറയാൻ, അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ. ശരി, ഉമേഷ് സംസാരിച്ചോട്ടെ. ഉമേഷ്, താങ്കൾക്ക് പറയാം. കേൾക്കാം, പറഞ്ഞു. സഖാവ് മുസ്തഫ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി കേൾക്കാം. കാരണം ഒരാളൊരു കുടിശ്ശിക വരുത്തിയത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇവിടെ 2007 മുതലാണ് സർക്കാർ PRS വഴി പണം നൽകാൻ തുടങ്ങിയത്. ഒരു കൃഷിക്കാരന് പണം നൽകുന്നത് അവന്റെ PRS, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ട് വിയർപ്പൊഴുക്കി ഞാൻ ഉണ്ടാക്കുന്ന നെല്ലിന്റെ പണം എനിക്ക് വായ്പയായി തരുന്നത് ഇവിടുത്തെ ന്യായമാണെന്നുകൂടി അദ്ദേഹം ഒന്ന് വ്യക്തമാക്കണം. ഇവിടുത്തെ നയമാണെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കണം. വായ്ക്ക് തോറും പറയുന്നത് ഈ PRS വഴി പണം എടുത്താൽ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ പണം തരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കൃഷിക്കാരൻ, എന്റെ സഹോദരനാണ് അദ്ദേഹം,
അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഒരു കൃഷിക്കാരനും ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു കൃഷിക്കാരനും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല. അതിന് മറുപടി കാണുകയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത്. അതിന് പകരം അത്തരം ഇതിനെ വെല്ലുവിളിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. PRS വഴി ഇന്ന് നമ്മുടെ ഭക്ഷ്യമന്ത്രി അനിൽ സാർ പറഞ്ഞത് ഞാൻ കേട്ടു. PRS വഴി പൈസ ഒന്നും ആർക്കും കൊടുക്കാനില്ല. പക്ഷെ ഈ വർഷത്തെ പൈസ കൊടുക്കാനുണ്ട്. 2500 കോടിയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ബാങ്കുകൾക്ക് സർക്കാർ നൽകാനുള്ളത്. എത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് എനിക്കറിയാം, കൃത്യമായി അറിയാം. എത്ര രൂപ അദ്ദേഹം പറഞ്ഞത് 28 രൂപ 20 പൈസ 28 രൂപ 20 പൈസ ഞങ്ങൾ കേരളത്തിൽ മാത്രമാണ് കൊടുക്കുന്നത്. അത് ഔദാര്യമല്ല, അത് കൃഷിക്കാരന് കിട്ടേണ്ട ഔദാര്യമല്ല. അതായത് 2021 പകുതി മുതൽ ഇന്ന് 4 കൃഷിയുടെ പണം കേന്ദ്ര സർക്കാർ അവർക്ക് നൽകുന്ന താങ്ങുവില അനുസരിച്ച് 170 പൈസ, അതായത് 1 രൂപ 70 പൈസയോളം അധികം സർക്കാർ നൽകിയിട്ടും കേരളം നൽകേണ്ട പൈസയിൽ നിന്ന് 170 പൈസ കുറച്ചാണ് 28 രൂപ 20 പൈസ നൽകുന്നത്. അത് ഒരു കൃഷി ചെയ്യുന്നത്, ഒരു കൃഷിയുടെ സമയം 120 മുതൽ 130 ദിവസം വരെയാണ്. അതിനുശേഷം വിളവെടുത്തതിന് ശേഷം കാത്തിരിക്കണം. ചിലപ്പോൾ 2 കൃഷിയുള്ള പാടങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 കൃഷിയുള്ള പാടങ്ങളിൽ 2ാം കൃഷി ഇറക്കുന്നത് കടം മേടിച്ചായിരിക്കും 1ാം കൃഷിയുടെ പൈസ കിട്ടുമെന്ന് കരുതി. അപ്പൊ ബാങ്കുകൾ മാറി നമ്മൾ അക്കൗണ്ട് എടുത്ത് നടക്കേണ്ട സമയത്ത് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന് ഒരു 2 ഏക്കർ നിലമുണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് കൊടുത്തു ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട്. ആ പണം കൊണ്ട് അദ്ദേഹം കുഞ്ഞിന്റെ വിവാഹകാര്യമായി ബന്ധപ്പെട്ടത് പണം തികയാഞ്ഞത് കൊണ്ടാണ് സ്വന്തം വീടിന്റെ കരമടച്ച രസീതുമായി ബാങ്കുകളിൽ ചെന്നപ്പോഴാണ് 20,000 രൂപ അദ്ദേഹം അടച്ച് ക്ലോസ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് സിബിൽ സ്കോറിൽ ബാധിച്ചു. എനിക്കും സംഭവിച്ചിട്ടുണ്ട്. 2017 ഞാൻ എടുത്ത 70,000 രൂപയുടെ കാനറ ബാങ്കിലെ ഒരു വായ്പ കൃഷിക്ക് പണം കിട്ടാത്തപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ 1 വർഷത്തിൽ പൈസ അടയ്ക്കാൻ പറ്റില്ല. 1 വർഷം കഴിഞ്ഞായിരിക്കും അടയ്ക്കണം. അപ്പം ബാങ്കുകാർ വിളിക്കും, ഒറ്റത്തവണ തീർപ്പാക്കലുണ്ട്, നമ്മൾ കൊണ്ട് പൈസ അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തീർന്നു, നമ്മുടെ പണി തീർന്നു, കൃഷിക്കാരന്റെ പണി തീർന്നു. എനിക്കൊരു ചെറിയ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ആ പൈസ എടുത്തു. അപ്പൊ ഇന്ന് എന്റെ അമ്മ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഇന്ന് എന്റെ അമ്മ വീട്ടിൽ വന്ന് പറഞ്ഞു അടുത്തത് എന്റെ മോനാണെന്ന്. പക്ഷെ ആരും ആത്മഹത്യയിലേക്ക് പോകരുത് എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. കാരണം സർക്കാരുകൾ കണ്ണു തുറക്കണം. കാർഷിക മേഖലയിൽ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞൊരു സർക്കാരാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അവരൊരിക്കലും നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാൻ മാത്രമേ പറയാൻ പാടുള്ളൂ. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീ കൃഷ്ണപ്രസാദ്, ഇവിടെ താങ്കൾ നേരത്തെ ഞാൻ പറഞ്ഞ PRSുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് കർഷകന് ഈ PRS എന്ന വിഷയം ഇന്ന് മന്ത്രി 2 തവണ തിരുത്തി. മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്ത് ഈ PRSുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല, അതിന്റെ പേരിൽ ഒരു കർഷകനും അധിക ബാധ്യത ഉണ്ടാകുന്നില്ല. ബാങ്കിൽ ഈ സിബിൽ സ്കോർ എന്നൊക്കെ പറയുന്നത് ശ്രീ VPP മുസ്തഫ അത് പറഞ്ഞു വെക്കുകയായിരുന്നു. അത് അങ്ങനെ ന്യായീകരിച്ച് സർക്കാരിനെ കുറ്റം പറയരുത് എന്ന് പറയുകയായിരുന്നു. സർക്കാർ ഈ 6 മാസത്തിനകമെങ്കിലും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കുടിശ്ശിക നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും കർഷകന്റെ സിബിൽ സ്കോറിനെ ബാധിക്കും. കാരണം അത് വായ്പയാണ് അത് പോകുന്നത്. അതൊരു കർഷകൻ അത് ചൂണ്ടിക്കാണിച്ചിരുന്നോ? താങ്കൾ ഈ സമര രംഗത്ത് നേരത്തെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നതാണ് കുട്ടനാട്ടിലടക്കം. അനുഭവം പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത പാടശേഖരം, ഞാൻ കോട്ടയം ജില്ലയുടെ ബൗണ്ടറിയിലാണ്, അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ ബൗണ്ടറിയിൽ ഉള്ള പെരിങ്ങര പഞ്ചായത്തിലുള്ള ഒരു പാടശേഖരത്തിന് 2019 അവിടുത്തെ പാടശേഖരക്കാർക്ക് ഇതുപോലെ തന്നെ നോട്ടീസ് വന്നു ബാങ്കിൽ നിന്ന്, നിങ്ങൾക്ക് ലോണുണ്ട്, പൈസ തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞു. അപ്പോഴാണ് പലരും തിരിച്ചറിയുന്നത് ഇത് ലോണായിട്ടാണ് തന്നെന്ന്. അന്നാണ് ഞാനും ഇങ്ങനെ ഇത് ലോണാണെന്ന്, അല്ലാതെ നമ്മളും കണ്ണടച്ച് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ഇത് ലോണായിട്ടാണ് തരുന്നെന്ന് ആ 2019 ഈ പറഞ്ഞ ലെറ്ററുകൾ പല പാടശേഖരത്തെ ആൾക്കാർക്ക് ലഭിച്ചപ്പോഴാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രസാദിന് ഇന്ന് വന്നെങ്കിൽ നാളെ അത് കൃഷ്ണപ്രസാദിലേക്ക് എത്താൻ അതിവിദൂരമല്ല. അതുകൊണ്ട് വായ്പ തന്നു ഗവൺമെൻറ്. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, ഇവർ തമ്മിൽ ചെയ്തിരിക്കുന്ന MOU അത് വെളിച്ചത്ത് വിട്. ബാങ്ക് കൺസോർഷ്യവുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഇവർ വെളിച്ചത്ത് വിടട്ടെ. ഞങ്ങൾക്കറിയില്ലോ ഇവർ തമ്മിൽ എന്ത് ടേംസാണ് വെച്ചിരിക്കുന്നത്. ബാങ്ക് ഞാൻ ചോദിച്ചിട്ട്, ബാങ്ക് എന്തിനാണ് ഞങ്ങളുടെ സർക്കാരുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഞങ്ങളെന്തിനാണ്? ഞങ്ങൾ നെല്ല് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി തൂക്കിയാണ് മില്ലുകാർക്ക് കൊടുക്കുന്നത്. ആ മില്ലുകാർ സപ്ലൈകോയ്ക്ക്
ഇൻഫോം ചെയ്ത് ഞങ്ങളുടെ ഇന്ന് ഇത്ര മേടിച്ചു എന്നറിയുമ്പോഴാണ് സപ്ലൈകോ ബാങ്കിന് ഇൻഫോം കൊടുക്കുന്നു ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര കിൻഡൽ മേടിച്ചു, ഇത്ര പൈസയ്ക്ക് അർഹനാണെന്ന്. അത് കഴിഞ്ഞാണ് ബാങ്ക് ഞങ്ങൾക്ക് പൈസ തരുന്നത്. ഇത്രയൊക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് തരുമ്പോൾ പിന്നെ അത് വായ്പയായിട്ട് തരേണ്ട കാര്യം എന്താണ്? അപ്പോൾ സർക്കാർ അതിനകത്ത് ഗ്യാരണ്ടി ആണെങ്കിൽ എന്തിന് ബാങ്കാണ് ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാരുടെ നിന്ന് ഒപ്പിട്ട് മേടിക്കേണ്ട കാര്യം? ഞങ്ങൾ ആ PRSൻ്റെ രസീത് കൊടുക്കുമ്പോൾ അവർക്ക് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നൂടെ? ആ PRS രസീതിനകത്ത് മൊത്തം കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് എത്ര ഏക്കറുണ്ട്, ഞങ്ങൾ എത്ര തൂക്കമാണ് കൊടുത്തത്, ഞങ്ങൾ ഏത് വിത്താണ് ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ ഏത് ഡേറ്റിലാണ് ഞങ്ങളുടെ എടുത്തിരിക്കുന്നത്, ഇത് മൊത്തം കാര്യങ്ങളുണ്ട്. എൻ്റെ ബാങ്ക് ഏതാണ്, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഏതാണ്, എൻ്റെ പേര്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിൽ ഇനി ഞങ്ങൾ എന്താ ചെയ്യുക? ഇനി എന്താണ് ഞങ്ങൾ പ്രൂഫായിട്ട് ചെയ്യേണ്ടത്? ശ്രീ സോണിച്ചൻ പുളിങ്കുന്ന്, അതാണല്ലോ ഒരു പ്രശ്നം. കാരണം ശ്രീ VP മുസ്തഫ പറയുന്നത് പോലെ അത് സർക്കാരിനെ മാത്രം ആ വിഷയത്തിൽ കുറ്റപ്പെടുത്തണ്ട, അത് ഈ പറഞ്ഞതുപോലെ മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കണം എന്ന് പറയുമ്പോൾ ശ്രീ കൃഷ്ണപ്രസാദ് പറഞ്ഞു വെക്കുന്നത് ഈ വായ്പ എന്ന തരത്തിൽ ഇതിനെ മാറ്റുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ്. സോണിച്ചൻ കേൾക്കാമോ? സത്യത്തിൽ ഇവിടെ മഴ പെയ്യുന്നതാണ്, എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് നമ്മൾ എല്ലാവരും കേട്ടത്. അത് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിച്ചു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ അതിൽ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നെൽകൃഷി ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ച ആ മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ നെൽ കർഷകർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുൻനിര പാർട്ടിയായ CPIM-ന്റെ KSKTU, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ, കൂടാതെ കർഷക സംഘം, ഇത് രണ്ടും കാർഷിക മേഖലയിലെ വളരെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ പോഷക സംഘടനകളാണ്. ഈ സംഘടനയിലുള്ള ആളുകൾ കൂടി എന്ത് ചെയ്യുമെന്ന് കൂടി അദ്ദേഹം പറയണം. 1,94,000 ഹെക്ടർ പ്രദേശത്താണ് കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് അരി കിട്ടിയാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അന്നമുണ്ണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നെൽകൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന 2,49,305 കർഷകരുണ്ട്, കർഷക കുടുംബങ്ങളുണ്ട്. അവരെന്ത് ചെയ്യും? അവർക്ക് മുൻഗണനാ പട്ടികയിൽ പോലും റേഷൻ കാർഡില്ല. അവർക്ക് സ്വന്തമായി നിലമുള്ളതിന്റെ പേരിൽ അവർക്ക് സൗജന്യ റേഷൻ ലഭിക്കില്ല. അവർക്ക് അറിയാവുന്ന പണി കൃഷിയാണ്. ആ കൃഷി ഇവിടെ ചെയ്യുന്നത് ബഹുമാന്യനായ ഒരു മന്ത്രി, അതും കൃഷി മന്ത്രിയുടെ വേദിയിൽ ഇരിക്കൊണ്ട് പറഞ്ഞാൽ എന്ത് സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്? ഇത് ഇടതുപക്ഷത്തിന്റെ LDF-ന്റെ നയമായിട്ടല്ലേ മനുഷ്യൻ കരുതൂ? ഒരു കാര്യം കൂടെ ചോദിക്കാം. ആദിയിലാണ് ഋഷിയുടെ നെല്ല് സംഭരണം നടന്നിട്ടുന്നേക്ക് 42 ദിവസമായി. ന്യൂസ് 18 ഉൾപ്പെടെ ഉള്ളവര് നമ്മുടെ അമ്പലപ്പുഴയിലെ പരപ്പിൽ പാടശേഖരത്തിൽ വന്ന് അവിടെ കർഷകർ അനുഭവിച്ച ദുരിതങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്താണ്. ഈ ചാനൽ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് അന്ന് സപ്ലൈകോയെ കൊണ്ട് നെല്ല് സംഭരണം ആരംഭിച്ചത്. അങ്ങനെ സംഭരിച്ചുകൊണ്ട് പോയ നെല്ലിന്റെ വില എത്രയെന്ന് പോലും ഇപ്പോഴും സർക്കാരിന് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിലേക്കുള്ള കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ₹1.43 അതുകൂടി സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾക്ക് തരാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ 1 കിലോ നെല്ലിൽ ₹3.15 ഞങ്ങളുടെ കുറവ് വരുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരാശരി 20 കിൻഡൽ നെല്ല് ഒരു ഏക്കറിൽ ഉത്പാദിപ്പിച്ചാൽ ഞങ്ങളുടെ ₹6,300, ഞങ്ങളുടെ വിളത്തിന്റെ വില, ചോരയുടെ വില, ഞങ്ങളുടെ കഠിന അധ്വാനത്തിന്റെ വില, അതാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ടും വാതോരാതെ സംസാരിക്കുന്നുവെങ്കിൽ നവകേരളം സൃഷ്ടിക്കുമെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ ആ കേരളത്തിലെ നെൽ കർഷകർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കണം. ഇവിടെ ഏത് രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല. ബ്ലൂ ഇക്കോണമി വരട്ടെ, ഏത് ഇക്കോണമി വരെ വന്നട്ടെ, അടിസ്ഥാനപരമായി മണ്ണിൽ വേലയെടുത്ത് തന്നെ ഉത്പാദിപ്പിക്കുന്ന കർഷകരെ മറന്നുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിലുള്ള നയ സമീപനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇവിടെ ശക്തമായി കർഷകർ പ്രതികരിക്കും. അതിന്റെ തുടക്കം കണ്ടെത്തും.
ശരി, ഒരു കാര്യം പറയാം. ജിൻഡോ ജോൺ, ശ്രീ പി മുസ്തഫ പറഞ്ഞത് ഇതിപ്പോൾ ഈ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നതും കർഷകന്റെ പ്രശ്നങ്ങളും ഒക്കെ ഈ കേരളത്തിലെ മാത്രം, എന്തിനു നിങ്ങൾ അങ്ങനെ കേരള സർക്കാരിനെ മാത്രത്തിൽ കുറ്റപ്പെടുത്തുന്നു? മറ്റ് രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പലതോതിൽ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വലിയ തോതിൽ സർക്കാരിനെ ബാധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ബാങ്കുകളുമായി ബന്ധപ്പെട്ട പലവിധ വിഷയങ്ങളും വന്നു പോകുന്നത്. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സർക്കാരിനെ മാത്രം ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. രഞ്ജിത്തെ, അദ്ദേഹം വിദർഭയില് കർഷകരുടെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞു. അത് ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന കാർഷിക മേഖലയിലുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടും നടന്നതാണെന്നുള്ള അദ്ദേഹത്തിന്റെ സായിനാഥിന്റെ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് മുഴുവനുമായിട്ട് എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സായിനാഥിന്റെ റിപ്പോർട്ടുകളെയൊക്കെ ഇത്രത്തോളം ആധികാരികമായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന VP മുസ്തഫ, താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന ഈ കേരളത്തിൽ അത്തരം അനുഭവങ്ങളും അറിവുകളും ഉള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ കർഷകർ മരിക്കുന്നതിന് സാഹചര്യം ഒരുക്കുന്നത്? മുൻ അനുഭവങ്ങളുടെ പേരിലാണല്ലോ ഈ പറഞ്ഞ വിദർഭ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. എന്നിട്ടും നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിലും ഇങ്ങനെ മരണം നടക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് ജനറലൈസ് ചെയ്യരുത്. ഇവിടെ നമ്മളോടൊപ്പം സംസാരിക്കുന്ന കർഷകരും കർഷക നേതാക്കന്മാരും ഒക്കെ പറഞ്ഞതിന്റെ അഭിപ്രായത്തോട് നേരെ വിപരീതമാണ് നിങ്ങൾ പറയുന്നത്. മാത്രമല്ല, കേരളത്തിലെ നെൽ കർഷകർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറയുന്ന അഭിപ്രായത്തോട് തികച്ചും എതിരായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, വ്യാജമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. ഇനി ഇതിനൊക്കെ ആഗോളവൽക്കരണത്തിന്റെ പേരിൽ പഴി പറയാനാണെങ്കിൽ ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളം ഒന്നാമതാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഒന്നാമതായ കേരളത്തിൽ എങ്ങനെയാ കർഷകർ മരിക്കുന്നത്? ഒന്നാമതായ കേരളത്തിൽ എങ്ങനെയാ ഈ പറഞ്ഞ പെൻഷൻ കിട്ടാതിരിക്കുന്നത്? ഒന്നാമതായിരിക്കുന്ന കേരളത്തിൽ എങ്ങനെയാ ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്? ഒന്നാമതായ കേരളത്തിൽ എങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഒരു വർഷത്ത് ന്യായീകരിക്കുകയും മറുവർഷത്ത് നിങ്ങൾ കേരളം ഒന്നാമതാണെന്നുള്ള ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, സജി ചെറിയാനുമായി ബന്ധപ്പെട്ട അഭിപ്രായത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം താങ്കൾ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. സജി ചെറിയാൻ കൃഷിക്കാരെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലി ആണെന്ന് കരുതിയാൽ മതി. അദ്ദേഹത്തിന് അതിനുള്ള അറിവും വിവരവും ഉള്ളൂ എന്ന് നമ്മൾ കരുതിയാൽ മതി. കാരണം ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറയുന്ന ഒരു മന്ത്രിയിൽ നിന്ന് ഇതിൽ കൂടുതൽ അറിവൊന്നും കർഷകരെ കുറിച്ചോ കാർഷിക മേഖലയെക്കുറിച്ചോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് ഈ മന്ത്രിസഭയുടെ മുഖച്ഛായയാണ്, അവരുടെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് എന്ന് മാത്രം. ഇനി PRSുമായി ബന്ധപ്പെട്ട ആ സ്കീമിനെ കുറിച്ച് ന്യായീകരിക്കുന്ന താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒറ്റ കാര്യം പറയാം. കർഷകർ അവർ കൃഷി ചെയ്ത് അവർ നെല്ല് കളക്ട് ചെയ്ത് അത് സർക്കാരിന് കൈമാറുമ്പോൾ അവർക്ക് വില കൊടുത്താൽ മതി, ലോൺ കൊടുക്കണ്ട. നിങ്ങൾ ഈ കർഷകൻ തന്നെ പറഞ്ഞ പോലെ, കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഈ ബാങ്കുകളും സർക്കാരും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് എന്താണെന്ന് കർഷകരെ കൂടി നിങ്ങളൊന്ന് അറിയിക്കണം. നിങ്ങൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവിടെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് കർഷകരും കൂടി അറിയണ്ടേ? കർഷകർ കൊടുക്കുന്ന നെല്ലിന് കർഷകർക്ക് വിലയാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് അവർക്ക് ലോൺ അല്ല കൊടുക്കേണ്ടത്. ഇനി ഞാൻ പറയട്ടെ, 2500 കോടി രൂപ പെൻഡിങ് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ലോൺ സ്കീം കൊടുക്കുന്ന, ആ ലോൺ കിട്ടാത്തത് കൊണ്ട്, ലോണിന്റെ എമൗണ്ട് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് അവർ സിവിൽ സ്കോറിൽ വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഈ ആത്മഹത്യ ചെയ്ത കർഷകന്റെ 25,000 രൂപ തിരിച്ചടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട ആക്ഷേപമൊക്കെ പറയല്ലേ. അതൊക്കെ നിങ്ങൾ പറഞ്ഞ വാദം ശരിയാണെങ്കിലും നിങ്ങൾക്ക് അത് ഇന്നത്തെ ദിവസം പറയാൻ പറ്റുമോ? ഇതിനു മുമ്പ് മരിച്ച കർഷകന്റെ കേസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അന്ന് നിങ്ങളുടെ കൃഷി മന്ത്രി പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതിനെ ഊതി ഉയർപ്പിച്ച് വലുതാക്കുന്നുവെന്ന. ഇന്ന് നമ്മുടെ കൃഷി മന്ത്രി എവിടെയാ? ഈ രാജ്യത്തില്ലാന്ന് ഞാൻ അറിയുന്നത്. എന്ത് പഠിക്കാനാണ് അദ്ദേഹം വിദേശത്ത് പോകുന്നത്? എന്ത് അറിവ് നേടാനാണ് വിദേശത്ത്? മലയാളി അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയിലാണ്. കർഷകരുടെ കാണാതെ, അവരുടെ വിലാപങ്ങൾ നേരിട്ട് കേൾക്കാതെ ഇവരൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് കേരളത്തിന്റെ ഈ വലിയ ബ്രാൻഡ് ഉയർത്തിപ്പിടിക്കാനാണ് നിങ്ങൾ കോടികൾ ചെലവിട്ട് നിങ്ങൾ കേരളീയം നടത്തിയതെന്ന ഞാൻ മനസ്സിലാക്കുന്ന. കേരളം ഭരിക്കുന്നവരുടെ മുട്ട ഭ്രാന്താണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആളുകൾ ഒരറ്റത്തുനിന്ന് മരിക്കുന്നു, ആളുകൾ പെൻഷൻ കിട്ടാതെ തെരുവിൽ കിടന്ന് കരയുന്നു, KSRTCയിലെ ജോലിക്കാർ ശമ്പളം കിട്ടാതെ മണ്ണുകൊണ്ട് സദ്യ ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ വരുന്നു, അവരതിനെ പ്രതിഷേധിക്കുന്നു. പെൻഷൻ കിട്ടാത്ത ആളുകൾ, നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ഞാൻ ഇതിനൊന്നും എണ്ണി പറയുന്നില്ല. പക്ഷെ ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും. ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ 7 വർഷം മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെ ഒക്കെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം. നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ആളുകൾ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ 7 വർഷമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിന്റെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടുത്തെ കർഷകരോട് നീതി കാണിക്കാൻ പറ്റിയിട്ടില്ല, ഇവിടുത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളോട് നീതി കാണിക്കാൻ പറ്റിയിട്ടില്ല, ഇവിടുത്തെ കാരുണ്യ ചികിത്സാ പദ്ധതിയുടെ പേരിൽ ജീവൻ നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആളുകൾ
തൊഴിലാളികളോട് നീതി കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. ഇവിടെ എൻഡോൾ സർഫാൻ ദുരിതബാധിതരോട് നീതി കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. ഉച്ചക്കഞ്ഞി വെക്കുന്ന കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ അവരോട് നീതി കാണിക്കാൻ പറ്റില്ല. കുടുംബശ്രീ തൊഴിലാളികളോട് നീതി കാണിക്കാൻ പറ്റില്ല. സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരോട് നീതി കാണിക്കാൻ പറ്റില്ല. ഏത് വിഭാഗത്തോടാണ് നിങ്ങൾക്ക് നീതി കാണിക്കാൻ പറ്റിയത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ആകെ നീതി കാണിക്കാൻ പറ്റിയത് ഈ PRS എന്ന് പറയുന്ന സ്കീമാണല്ലോ ഇപ്പോൾ തർക്ക വിഷയമായിരിക്കുന്നത്. അതായത് കർഷകൻ അവന്റെ അധ്വാനം കൊണ്ട് അവൻ സമ്പാദിച്ച നെല്ല്, അവൻ ഉണ്ടാക്കിയ നെല്ല് അവർ സർക്കാരിന് കൊടുക്കുമ്പോൾ അത് അവന് പണം കിട്ടുന്ന വായ്പയായാണ്. പലരും മനസ്സിലാക്കുന്നത്, നേരത്തെ കൃഷ്ണപ്രസാദ് ഒക്കെ പറഞ്ഞ പോലെ ഈ നോട്ടീസൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് വായ്പയുടെ കുടിശ്ശികയുണ്ട് എന്നുള്ളത്. അതിൻ്റെ ആ സ്കീമിൻ്റെ സുതാര്യതയും പല കർഷകർക്ക് ഇപ്പോഴും ബോധ്യമല്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് വ്യക്തമാകുന്നില്ല. ഈ പ്രത്യേകിച്ച് ബാങ്ക് അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് പലരോട് സംസാരിക്കാനൊക്കെ പ്രയാസമുണ്ട്. അങ്ങനെ അവ്യക്തമായ ഒരു സ്കീം നടപ്പിലാക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്നുള്ളൊരു പ്രശ്നമാണല്ലോ. അവരുടെ പണം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്ന സ്കീമുകളിലേക്കൊക്കെ പോവുകയും അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയും ഒക്കെ അല്ലേ ശ്രീ VP മുസ്തഫ വേണ്ടത്? രഞ്ജിത്തെ, ഒരു ചെറിയ കണ്ടീഷൻ ഞാൻ വെക്കുന്നു. ഒരു ഫ്ലോയോട് കൂടി സംസാരിക്കാൻ കുറച്ച് സമയം തരണം. കാരണം നിങ്ങൾ 3-4 പേര് എല്ലാമുള്ള മറുപടി പറയേണ്ടതാണ്. തീർച്ചയായും. കാരണം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ രഞ്ജിത്ത് ഇടപെട്ടിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ആ കണ്ടീഷൻ എനിക്കും ബാധകമാക്കണമെന്ന് പറയുന്നത്. അവരോടെല്ലാം ഫ്ലോയിൽ സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ആ ഫ്ലോ എനിക്കില്ല. തീർച്ചയായിട്ടും താങ്കൾ ഇപ്പൊ അവസാനം പറഞ്ഞ നിർദ്ദേശങ്ങൾ പരിശോധിക്കാം. അത് ഗവൺമെന്റിന്റെ മുമ്പാകെ തീർച്ചയായിട്ടും ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകർക്ക് കൂടുതൽ ബാധ്യതകളോ കർഷകർക്ക് പ്രയാസങ്ങളോ ഇല്ലാതെ എങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് യഥാസമയം വില കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാം, ഇപ്പോഴുള്ള PRS സ്കീമിനെ തന്നെ എങ്ങനെ കാലോചിതമായി പരിഷ്കരിക്കാം, ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ സർക്കാർ പരിശോധിച്ച് അത്തരം നിർദ്ദേശങ്ങൾ, പോസിറ്റീവായിട്ടുള്ള അത്തരം നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്, സ്വാഭാവികമാണ്. 2, മറ്റു കാര്യങ്ങൾ എന്താണ്? അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമായിട്ട് തന്നെ മറുപടി പറയാൻ പറ്റുള്ളൂ. അത് ഒരാൾ ആത്മഹത്യ ചെയ്ത് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് വൈകാരികമായ ഒരു വശം വെച്ചിട്ട് അവർക്കെല്ലാം രാഷ്ട്രീയം പറയാം, ഞങ്ങൾ അതിനുള്ള മറുപടി രാഷ്ട്രീയമായിട്ട് പറയരുത്, നിങ്ങൾ ഈ മരിച്ചയാളെ അപമാനിക്കലാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപഹാസ്യമായ സമീപനമാണ്. അങ്ങനെ വില പേശിയല്ല വേണ്ടത്. രാഷ്ട്രീയത്തിനുള്ള മറുപടി, രാഷ്ട്രീയമായ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായ മറുപടി പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ അവതാരകൻ എന്നുള്ളതിൽ രഞ്ജിത്ത് ഇപ്പോ അവസാനം പറഞ്ഞത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും സർക്കാരും അതിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പാകെ കൂട്ടാൻ പറ്റും. ഇവിടെ ശ്രീ പ്രസാദിന്റെ PRSന്റെ കാര്യം തന്നെ എടുക്കൂ. ഇപ്പോ അവസാനം സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി ഞങ്ങളെന്തോ പറയുന്നു, ഈ PRSന്റെ കാര്യം മറ്റേ ന്യായീകരിക്കുന്നു, സിവിൽ സ്കോർ എന്താണ് പറയുന്നത്. ഞങ്ങൾ ഇന്ന് പറയുന്നതല്ല. ഞാൻ നേരത്തെയും എന്റെ ആദ്യത്തെ റൗണ്ടിൽ സമയം വന്നപ്പോ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യ സ്വന്തം ഭർത്താവിന്റെ വിയോഗത്തിൽ ദുഃഖിതയായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഞാൻ കണ്ട എന്റെ വീഡിയോ ക്ലിപ്പിൽ News 18 ക്യാമറ കാണുന്നില്ല, മൈക്ക് കാണുന്നില്ല, റിപ്പോർട്ടർ ചാനലിന്റെയും അതുപോലെ ഏഷ്യാനെറ്റിന്റെയും മൈക്ക് വെച്ചിട്ട് അദ്ദേഹം ഭാര്യയോട് സംസാരിക്കുന്നു. അവരോട് എടുത്തു ചോദിക്കുന്നു, ഏഷ്യാനെറ്റിന്റെ പ്രതിനിധിയാണ് എടുത്തു ചോദിക്കുന്നത്, PRS പ്രശ്നമാണോ താങ്കളുടെ ഭർത്താവിന്റെ ഈ പ്രതിസന്ധിക്ക് കാരണമായി തീർന്നത്? ആ ഭാര്യ വിശദീകരിച്ചു പറയുന്നു, അല്ല, PRS പ്രശ്നമല്ല, നേരത്തെ എടുത്ത SBIയിലെ വായ്പയുടെ പേരിൽ അത് ഒറ്റത്തവണയായി തീർപ്പാക്കാൻ ബാങ്കുകാർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ മറ്റു വശങ്ങൾ അറിയുമായിരുന്നില്ല, ഞങ്ങളത് ഒറ്റത്തവണ തീർപ്പാക്കി. പക്ഷെ അപ്പോഴാണ് സിവിൽ സ്കോറിൽ ഞങ്ങൾ നെഗറ്റീവിലേക്ക് പോയത് എന്നാൽ അവരാണ് പറയുന്നത്. ഞങ്ങൾ ആരുണ്ടാക്കിയ ന്യായീകരണമല്ലാതെ സ്വന്തം ഭർത്താവിന്റെ മൃതദേഹം അപ്പുറത്ത് കിടക്കുമ്പോൾ ആ ഭാര്യ ഇന്ന് ചാനലുകാരോട് പറഞ്ഞതാ, CPMന്റെ പ്രതിനിധികളോട് പറഞ്ഞതല്ല, മന്ത്രിമാരോട് പറഞ്ഞതല്ല, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാ. ഇതാണ് പ്രശ്നം എന്നുള്ളത്. 2021-22 ഈ ശ്രീ പ്രസാദിൽ നിന്ന് സംഭരിച്ചിട്ടുള്ള നെല്ലിന്റെ വില PRS ആയിട്ടാണ് കൊടുത്തിരുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. കാരണം എന്താ? അതിന്റെ മുതലും പലിശയും എല്ലാം സർക്കാർ അടച്ചു, 1 രൂപ കുടിശ്ശികയില്ല. 2022-23 സീസണിൽ 1ാം വിളയായിട്ട് ശ്രീ പ്രസാദിൽ നിന്ന് 4896 കിലോഗ്രാം നെല്ലാണ് സംഭരിച്ചത്. അതിന്റെ വിലയായി 1,38,655 രൂപ കേരള ബാങ്ക് വഴി PRS ആയിട്ട് കൊടുത്തു. അത് അദ്ദേഹം കൈപ്പറ്റി. അല്ല, പ്രസാദിന് കൊടുത്തു, പക്ഷെ ബാങ്കിന് കൊടുത്തില്ല സാർ. പ്രസാദിന് കൊടുത്തു, ബാങ്കിന് കൊടുത്തില്ല, അതാണ് പ്രശ്നം. അതെ രഞ്ജിത്തെ, 2022-23 1ാം വിളയുടേതാണ്. അതിന്റെ തിരിച്ചടവിന്റെ സമയപരിധി വരുന്നതേ ഉള്ളൂ. എപ്പോഴാ സിവിൽ സ്കോറിലേക്ക് പോവുക? ദീർഘകാലമായിട്ട് കുടിശ്ശികയായി വന്ന് ജപ്തി നടപടികളിലേക്ക് പോകുമ്പോഴാണ് സിവിൽ സ്കോറിലേക്ക് പോവുക. 2022-23 രഞ്ജിത്തെ താങ്കൾ മാധ്യമപ്രവർത്തകന. അല്ല, അതിന്റെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിഞ്ഞുകൂടാ, അതാണ് പ്രശ്നം. ഈ ബാങ്ക് കൺസോർഷ്യവുമായി സർക്കാർ ഉണ്ടാക്കിയ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ച് പുറത്തൊരു ധാരണയില്ല, അവ്യക്തതയുണ്ട് ഇപ്പോഴും അതിൽ. അതാണ് ഈ സംശയം. രഞ്ജിത്തെ, അത് കുടിശ്ശികയല്ല, കുടിശ്ശികയായപ്പ
തിരിച്ചടവ് മുടങ്ങുമ്പോഴല്ലേ കുടിശ്ശികയാവുക. അതിന്റെ തിരിച്ചടവിന്റെ സമയപരിധി വരുന്നതല്ലേ ഉള്ളൂ, കുടിശ്ശികയായിട്ടില്ല. കുടിശ്ശികയാകാത്ത ഒരു കാര്യം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ ബാധിക്കുക? ഇല്ല. ഇനി 2023-24 തന്നെ ഒന്നാം വിളയുടെ സംഭരണം, അതിന്റെ വില നവംബർ 13 മുതൽ കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ കൃത്യമായിട്ടിരിക്കെ നെല്ലിന്റെ സംഭരണ വില കിട്ടാത്തതോ അല്ലെങ്കിൽ PRS വായ്പയോ അല്ല പ്രശ്നം. ഇതറിയാവുന്നത് കൊണ്ടാണ് ശ്രീ പ്രസാദിന്റെ ഭാര്യ കൃത്യമായിട്ട് എന്താണ് അദ്ദേഹത്തിന് ഈ സാമ്പത്തിക പ്രതിസന്ധി, ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാത്ത ഈ പ്രശ്നം ഉണ്ടായത്. അത് SBIയുടെ വായ്പ ഒറ്റത്തവണയായി തീർപ്പാക്കി അതുവഴി അവരെ സിവിൽ സ്കോറിൽ നെഗറ്റീവാക്കി. അതുണ്ടാക്കിയ ആ വിവരം അവരോട് ആ ടേംസ് ആണ് പറയാതിരുന്നത്, അല്ലാതെ PRSന്റെ ടേംസ് പറയാത്തതല്ല പ്രശ്നം ഉണ്ടാക്കിയത്. താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ അത് കർഷകരോട് വിശദീകരിക്കണം, അത് കർഷകർക്ക് മനസ്സിലാകാത്ത പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നല്ല നിർദ്ദേശം, നമുക്ക് പറയാം, സർക്കാരിന്റെ മുമ്പാകെ അവതരിപ്പിക്കാം. ഇനി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇപ്പോ നവംബർ 13 മുതൽ ഈ വർഷത്തെ കൊടുക്കാൻ പോവുകയാണല്ലോ. അത് കൊടുക്കുമ്പോൾ ഈ PRSന്റെ വ്യവസ്ഥകൾ ഒന്നുകൂടി കർഷകരോട് വിശദീകരിക്കാൻ കൃഷിഭവൻ വഴിയോ ബാങ്കുകൾ വഴിയോ നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം വെക്കാം. എന്നിട്ട് ഇപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഈ കേരളത്തിൽ എല്ലാം നിന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, കുടുംബശ്രീക്കാർ, ആ കുടുംബശ്രീ വനിതകൾക്ക് 1.5 കോടി രൂപയുടെ അവരുടെ ഉൽപ്പന്ന വിപണനം, ഭക്ഷ്യ സാധനങ്ങളുടെ വിപണനം, അതുവഴി ഈ 1.5 കോടി രൂപ ഈ കുടുംബശ്രീ വനിതകളുടെ നേരിട്ട് കൈകളിലേക്ക് ഒരിടനിലക്കാരുമില്ലാതെ കിട്ടി. എവിടുന്ന? കേരളീയത്തിന്റെ പരിപാടിയിൽ അവരുടെ ഫുഡ് കോർട്ടും അവരുടെ വിൽപ്പന സ്റ്റാളുകളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് വഴി. അതുപോലെ നമ്മുടെ നാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കൂ. എന്തുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല, ജനകീയ ഹോട്ടലുകൾക്ക് പണം കൊടുത്തിട്ടില്ല, ഉച്ചക്കഞ്ഞി വെക്കുന്നവർക്ക് ശമ്പളമില്ല. ഇതൊക്കെ കൂടി ഒന്ന് ഓർക്കണം താങ്കൾ. കുടുംബശ്രീക്കാർ കഴിഞ്ഞ ദിവസം സമരം നടത്തിയെന്ന് താങ്കൾ ഓർക്കണം. അതിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞതാണ്, ഇവിടെ പിണറായി വിജയൻ വന്നിട്ട് 7 വർഷമായി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ കർഷകരുടെ കൂട്ട ആത്മഹത്യയുടെ നാടായിട്ട് എന്തുകൊണ്ട് കേരളം മാറിയില്ല? മാറാതിരുന്നത് ഈ കർഷകരെ ചേർത്തു അവരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി മാത്രം ഒരു കാർഷിക കടാശ്വാസ കമ്മീഷൻ ഈ കേരളത്തിൽ പ്രവർത്തിക്കുക, അതിന്റെ ഭാഗമായിട്ട് സഹായങ്ങൾ നൽകുക. എന്നാൽ കേന്ദ്രഭരണം ചെയ്യുന്നതോ വലിയ ശതകോടീശ്വരന്മാരുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പകൾ എഴുതിത്തൊള്ളുന്നു. അദാനിയുടെ മാത്രം എത്ര ആയിരക്കണക്കിന് കോടി രൂപയുടെ, ഇപ്പൊ പ്രസാദിന്റെത് സിവിൽ സ്കോറിൽ നെഗറ്റീവ് വന്നു. എന്താ? 25,000 രൂപയുടെ ലോൺ എടുത്ത് കുടിശ്ശികയായി, അത് അടക്കാത്തതിന്റെ പേരിൽ 5,400 കോടി രൂപയുടെ വായ്പ ശ്രീ അദാനി ഗ്രൂപ്പിന്റേത് SBI എഴുതിത്തള്ളി. എന്നിട്ട് ഇതാ ഇപ്പോ അദ്ദേഹത്തിന്റെ ഹിഡൻബർഗ് റിപ്പോർട്ട് വന്ന പ്രശ്നങ്ങൾ വന്നപ്പോ 30,000 കോടി രൂപയുടെ പുതിയ ലോൺ അനുവദിച്ചു. നേരത്തെ എടുത്ത വായ്പ 5,400 കോടി രൂപയുടേത് അടക്കാതിരുന്ന അദാനിയുടെ ആ വായ്പ എഴുതിത്തള്ളിയിട്ട് പുതിയ 30,000 കോടി രൂപയുടെ വായ്പ അനുവദിച്ചു. ആ SBIയും ആ കേന്ദ്ര സർക്കാരുമാണ് ഈ പ്രസാദിന്റെ 25,000 രൂപയുടെ വായ്പയുടെ പേരിൽ സിവിൽ സ്കോറിൽ നെഗറ്റീവാക്കി അദ്ദേഹത്തിന് പുതിയ ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുന്ന അവസ്ഥയുണ്ടാക്കിയത്. ശരി, താങ്കൾക്ക് സമയം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ശ്രീ രാധാകൃഷ്ണ മേനോൻ കഴിഞ്ഞ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം രാധാകൃഷ്ണ മേനോൻ, താങ്കൾ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളാണ്, ആ വിലാപയാത്രയിൽ പങ്കെടുത്തിരുന്നു, പ്രതിഷേധത്തിലുമൊക്കെ താങ്കൾ ഉണ്ടായിരുന്നു. താങ്കൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? ശ്രീ VP മുസ്തഫ പറയുന്നത് ഈ PRSുമായി ബന്ധപ്പെട്ടോ സർക്കാരിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ല ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നേരത്തെ എടുത്ത വായ്പ അത് തിരിച്ചടയ്ക്കാതിനെ തുടർന്നാണ് സിവിൽ സ്കോറിൽ അത് പ്രതിഫലിക്കുകയും തുടർന്ന് ആ കർഷകൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് എന്നുള്ളതാണ്. കേരളത്തിലെ സാധാരണക്കാരായ നെൽകർഷകർക്ക് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും തുടർന്നും സംഭവിക്കാൻ ഇടയുള്ളതുമായ ഒരു വലിയ ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. കാരണം ഇത് ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ലോണിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമല്ല, മറിച്ച് നെൽകർഷകരെ സംബന്ധിച്ച് നെൽകർഷകർക്ക് ഒരു തരത്തിലും കേരളത്തിൽ കൃഷിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം കേരളത്തില് കർഷകന് ഇവിടെ നെല്ല് സംഭരിക്കുമ്പോൾ ആ സംഭരിക്കാനുള്ള വ്യവസ്ഥ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തു നിന്നും കുറഞ്ഞ വിലക്ക് നെല്ല് കൊണ്ടുവന്നിട്ട് ഈ നാട്ടിലുടനീളം അതിന്റെ ഇടത്തട്ടുകാരായി സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങളും ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന
രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനങ്ങളും എല്ലാം മാറുന്നു എന്ന് വിജിലൻസ് റിപ്പോർട്ട് അടക്കം അന്വേഷണങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പൊ ആ നിലയിൽ കേരളത്തില് സാധാരണക്കാരായ കൃഷിക്കാർക്ക് ഉണ്ടാവുന്നതും ഉണ്ടാവാൻ തുടർന്നും ഇടയുള്ളതുമായ ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ് ഇന്ന് പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ മരണത്തിലൂടെ നമ്മുടെ മുന്നിൽ പ്രകടമായത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദി സത്യത്തിൽ ഈ കാര്യത്തിൽ കേരളത്തിലെ കൃഷി വകുപ്പിനെയോ അല്ലെങ്കിൽ കേരളത്തിന്റെ സർക്കാരിനെയോ പ്രതിയാക്കി കേസെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിന്റെ ഗവൺമെന്റ് ഈ നാട്ടിലെ കൃഷിക്കാരന് ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങൾ കൃഷിയുമായി ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന നേർചിത്രം അതെല്ലാം ഇന്ന് കൃത്യമായി സമൂഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞ് കാണപ്പെട്ടിരിക്കുകയാണ്. ആരും മനസ്സായിട്ട് പോയി ആത്മഹത്യ ചെയ്യുമല്ലോ, ഗതികേട് വരുമ്പോഴാണല്ലോ മനുഷ്യർ ആത്മഹത്യ ചെയ്യാൻ പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കൃഷിക്കാരെ മുഴുവൻ തള്ളിവിടുന്ന ഒരു സാഹചര്യം, ആ കാർഷിക മേഖലയെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത ഒരു ഭരണകൂട ഭീകരതയുടെ തുടർച്ച. കാരണം ആ ഭരണകൂടം അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതിനപ്പുറത്ത് ഇടതും വലതും മുന്നണികളും കേരളത്തിൽ മാറി മാറി ഭരിക്കുമ്പോൾ ഉണ്ടായ നെല്ല് സംഭരണമോ അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ വളർച്ചയോ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള കരുതലോ ഒക്കെ എന്താണ് എന്ന് ഒരിക്കൽ കൂടി നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ കാർഷിക മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അടിയന്തരമായി ഇതിന് സ്ഥായിയായ പരിഹാരം, കാരണം പാട്ടക്കരാറിന്റെയൊക്കെ പേരിൽ വലിയ തട്ടിപ്പ്, അതിനെല്ലാം ഇടത്തട്ടുകാരായിട്ട് ഇവരെല്ലാം മാറുകയാണ്. ഒരു കൃഷി യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടെ കൃഷി ചെയ്തിട്ട് ഒരു കർഷകൻ അവന്റെ നെല്ല് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നെല്ല് കൊടുത്തിട്ട് അതിന്റെ പണം നേടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ സമയങ്ങളിലെല്ലാം നിരന്തരമായി ഉണ്ടാകുന്ന പ്രതിസന്ധിയിലൂടെ ഒരു തരത്തിലല്ലെങ്കിൽ ഇപ്പോ ഒരു കടം എടുത്തു, ആ കടം വീട്ടാനുള്ള സംവിധാനം ഉണ്ടായില്ല, അല്ലെങ്കിൽ ആ കടം തൽക്കാലം വീട്ടിൽ പോയി, പക്ഷെ അത് വേറൊരു കടം എടുത്തിട്ടായിരിക്കും ആ കടം വീട്ടുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ബാധ്യതയുമായി നേരിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും ബാലിശമായ ആരോപണമാണ്. അല്ല, ഈ കേന്ദ്ര സർക്കാരും 650 കോടിയോളം കൊടുക്കാനുണ്ട് ഈ നെൽ കർഷകർക്ക് നൽകാനുള്ള പണത്തിൽ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം പോലും വെട്ടിക്കുറച്ചിട്ടാണ് കേരളത്തിൽ നെൽകർഷകരുടെ 1 രൂപ 43 പൈസ വീതം കേന്ദ്രം കൊടുത്തത് കുറച്ചാണ് ഇവിടെ നിന്ന് കൊടുത്തതെന്നാണ് കണക്ക് വ്യക്തമാകുന്നത്. അപ്പൊ അതുപോലും കുറയ്ക്കുകയും ആ കിട്ടുന്ന പണം പോലും യഥാസമയം അവിടെ നിന്ന് കിട്ടിയ പണം യഥാസമയം കൊടുത്താലല്ലേ തുടർന്നുള്ള പണം കിട്ടുള്ളൂ. അപ്പൊ കിട്ടിയ പണം കൊടുക്കുന്നില്ല, കിട്ടുന്നതിന്റെ കണക്ക് അല്ലെ കൊടുത്തതിന്റെ കണക്ക് തിരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം അവിടെ നിന്ന് കിട്ടാനുള്ളത് താമസിച്ചിട്ടുണ്ടാവും. കാരണം ഇവിടെ ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞിട്ട് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള ഗവർണർ തന്നെ പറയുകയാണ് ഖജനാവ് ശൂന്യമാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കാനുള്ള കാശ് പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും എല്ലാ രംഗത്തും ആ നിലയിലുള്ള ഖജനാവ് കാലിയാവുന്നതിന്റെ ദുരന്തം ഇന്നിപ്പോ നാട് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദുരന്തമായി കേരളത്തിന്റെ ഇന്നത്തെ ഭരണകൂടം മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന UDF-ന്റെ ഭരണമാണെങ്കിലും ഇനി വരാൻ പോകുന്ന മറ്റൊരു ഭരണകൂടം വന്നാൽ ഇവിടെ മാറി മാറിയുള്ള ഈ LDF UDF ഭരണത്തിലൂടെ ഈ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയും കാർഷിക വ്യവസ്ഥയും അതേപോലെ പുരോഗതിക്കുള്ള എല്ലാ സാധ്യതയും സ്ഥിരമായി തകർന്നിരിക്കുന്നു. ആ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാരായി കൊടുക്കുന്നില്ലല്ലോ. അവരെല്ലാം വിദേശം അല്ലെ ആസ്ട്രേലിയ പോകുന്നു, ജർമ്മനിയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നാട് വിടാൻ വേണ്ടി ശ്രമിക്കുക. ഈ നാട്ടിലെ വീടുകൾ മുഴുവൻ കാലിയായിക്കൊണ്ടിരിക്കുക. നന്ദി ശ്രീ രാധാകൃഷ്ണ മേനോൻ. ശ്രീ കൃഷ്ണപ്രസാദ്, ഈ നമുക്കറിയാം ആലപ്പുഴക്കാരനായ പ്രസാദാണ്, പി പ്രസാദാണ് കൃഷിമന്ത്രി. അദ്ദേഹം കർഷകരെ കുറിച്ചെല്ലാം കർഷകനാണെന്ന് എപ്പോഴും അഭിമാനം കൊള്ളുന്ന ആളാണ് അദ്ദേഹം. കർഷകരെ കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാവുന്ന ആളാണ്. ദൗർഭാഗ്യവശാൽ ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം നാട്ടിലില്ല. അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഒരു പരിപാടിയിൽ, മലയാളി അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രസാദിനോട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. ഈ കാർഷിക മേഖലയിലെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അത്തരം ബോധ്യപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമാണ്. ഒന്ന്, കഴിഞ്ഞ ഒരു വർഷം ആയിട്ടേ ഉള്ളെന്ന് തോന്നുന്നു, നമ്മുടെ ഇവിടെ അരിവില കൂടിയപ്പോൾ ഇവിടുത്തെ മന്ത്രിയും മറ്റുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും ആന്ധ്രയിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ അഡ്വാൻസായിട്ട് പൈസ തരാം, നിങ്ങളവിടെ കൃഷി ഇറക്കിയിട്ട് 7-8 മാസം കഴിയണം, കൊയ്ത്തൊക്കെ കഴിയണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ആ നെല്ല് ഞങ്ങൾക്ക് അരിയാക്കി തരാമോ, ഞങ്ങൾ പൈസ അഡ്വാൻസായിട്ട് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പ് കൃഷിമന്ത്രി ഇരിക്കെ
നമ്മുടെ ഒരു കേരളത്തിലെ ഒരു പ്രമുഖനായ മന്ത്രി പറഞ്ഞിരിക്കുന്നു, കേരളത്തിൽ ഒരുത്തനും കൃഷി ചെയ്യേണ്ട, ഞങ്ങൾക്കിവിടെ അരി കിട്ടാൻ തമിഴ്നാടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഈ 2 ഉദാഹരണം പോരെ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഉദാഹരണമായിട്ട് പറയാൻ? ഏറ്റവും കൂടുതൽ കർഷകരെ സഹായിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ സർക്കാരുകളായിരുന്നു. ആ സർക്കാരിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിക്കും. കേന്ദ്ര സർക്കാർ 1 രൂപ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1.5 രൂപ കൂട്ടി തന്നുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാർ ഇന്നിപ്പോൾ ഞങ്ങളെ തിരിച്ചടിച്ച് അവിടെ 1 രൂപ കൂട്ടുമ്പോൾ ഇവിടെ 1.5 രൂപ കുറയ്ക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 28 രൂപ 20 പൈസ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥ മൂല്യം അനുസരിച്ച് കിട്ടേണ്ടത് 31 രൂപ 45 പൈസയാണ്. സംസ്ഥാന സർക്കാർ കുറച്ച പൈസയാണ് ഈ ബാക്കിയുള്ളത്. ഞങ്ങൾ എന്താ ചെയ്യുക? ഇതൊന്നും എന്താ പറയുക, സ്വർണ്ണഖനിയൊന്നും അല്ല ഞങ്ങൾ വിളയിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടി, വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പറഞ്ഞ അന്നം, നമ്മൾ മറ്റുള്ള ഭക്ഷണ പദാർത്ഥം പോലെയല്ല. അന്നം, ചോറ്, കഞ്ഞി കുടിച്ച് ജീവിക്കുക എന്ന് നമ്മുടെ ഒരു എല്ലാ കാര്യങ്ങളിലും, പഴഞ്ചൊല്ലിലും എല്ലാ കാര്യങ്ങളിലും ഉള്ളപ്പോൾ ആ കഞ്ഞി കുടിക്കാൻ ഉള്ള അരി ഉണ്ടാക്കുന്ന കർഷകനെ വിസ്മരിക്കുന്നത് വളരെ വേദനാജനകമാണ്. ഇതിനെ തിരസ്കരിക്കുന്ന 2 ഉദാഹരണമാണ് ആന്ധ്രയിലെ അരിലോബിയുമായിട്ടുള്ളതും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ തമിഴ്നാട്ടിലേക്കുള്ള നോട്ടം. ഇതെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഇസ്രയേലിൽ പോയത്? ഈ 5 കോടി രൂപ മുടക്കി ഇസ്രയേലിൽ പോയത് എന്തിനാണ്? കൃഷി പഠിക്കാൻ. തമിഴ്നാട്ടിൽ പോയാൽ പോരായിരുന്നു? തമിഴ്നാട്ടിൽ പോയിരുന്നെങ്കിലും കൃഷി പഠിക്കാമായിരുന്നല്ലോ. അപ്പോൾ കാശ് ഇത്രയും ചിലവാക്കാൻ പറ്റില്ലായിരുന്നു, അല്ലെ വേറൊരു രാജ്യത്തെ ടൂറിസത്തിന് പോകാൻ പറ്റുകയില്ലായിരുന്നു. വളരെ വളരെ വേദനാജനകമാണ്, വളരെ സങ്കടകരമാണ്. ഇനിയെങ്കിലും ഇത് ഈ സർക്കാർ കണ്ണു തുറന്ന് പാവപ്പെട്ടവൻ്റെ, കൃഷിക്കാരൻ്റെ വേദന തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തണം. അല്ല, ഞാൻ വളരെ വേദനയോടെ അതും കാണുന്നത്. കാരണം അദ്ദേഹം ഒരു മന്ത്രിയായപ്പോൾ ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നെൽകർഷകനും കൂടായിരുന്നു. അപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് ഇതിനു മുമ്പ് മന്ത്രിയും MLA ഒക്കെ ആവുന്നതിന് മുമ്പ് ഇതിനെതിരെ ഞങ്ങളുടെ കർഷകരോടൊപ്പം നിന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്ത ഒരാൾ മന്ത്രിയാവുമ്പോൾ ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു ആൾ മന്ത്രിയായപ്പോൾ ഞങ്ങൾക്കിങ്ങനെ തിരിച്ചടികൾ മാത്രം സമ്മാനിച്ചപ്പോൾ വളരെ വേദന. അതും അദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരാളാണ് ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അത് ആ സമയത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം ഓസ്ട്രേലിയയിലും ഇസ്രയേലിലും കാനഡയിലും ഒക്കെ സഞ്ചരിച്ചാൽ ഇവിടുത്തെ കൃഷി നന്നാവത്തില്ല. മലയാളി അസോസിയേഷൻ്റെ ആവട്ടെ മറ്റുള്ള അവരൊക്കെ അദ്ദേഹത്തെ ഇവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നത് കൃഷിമന്ത്രി എന്നാണ്, അല്ലേ? കൃഷിമന്ത്രി എന്ന് പറഞ്ഞ് അവിടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അന്തസ്സോടെ എഴുന്നേറ്റ് നിന്നൊരു പൂച്ചെണ്ട് മേടിക്കണമെങ്കിൽ ഇവിടെ അന്തസ്സോടുകൂടി കർഷകനെ വീണ്ടും വിധം സംരക്ഷിക്കാനുള്ള ആർജവവും മനസ്സും കാണിക്കാൻ അദ്ദേഹം തയ്യാറാവണം. ശ്രീ ജിൻഡോ, ഏതായാലും ഇത് പരിശോധിക്കും, PRSുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നാണ്. അത് ഇപ്പോഴാണ് കൂടുതലായി ശ്രദ്ധയിൽ വരുന്നത്. അത് ഇനിയും സർക്കാർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് വരുന്ന മാസം മുതൽ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചില നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുകയാണെങ്കിൽ അതിനെയും സ്വാഗതം ചെയ്യാം. കാരണം ഇതൊക്കെ ഓരോ പാഠങ്ങളായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും രഞ്ജിത്ത്, സർക്കാരിൻ്റെ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള നടപടികൾ വരുന്നുണ്ടെങ്കിൽ അതിനെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. പക്ഷേ ഇത്തരം വാർത്തകൾക്ക് കാരണമാകുന്ന രീതിയിൽ പ്രതിഷേധിക്കുന്ന ആളുകളുടെ വീട്ടിൽ, ഇന്നലെ ഇടുക്കിയിലെ അമ്മമാരുടെ വീട്ടിലേക്ക് കല്ലെറിഞ്ഞ പോലെ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി പത്രം ചെയ്തതുപോലെയൊക്കെ ചെയ്യുന്ന നടപടികളാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നമുക്ക് തയ്യാറാകാൻ പറ്റില്ല. പക്ഷേ സർക്കാർ പോസിറ്റീവ് നടപടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ VPP മുസ്തഫ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, ഈ PRSുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ കർഷകർക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ അതിനെക്കുറിച്ച് പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറയുന്ന അഭിപ്രായം മാനിക്കാവുന്ന ഒരു അഭിപ്രായമാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ അത് ഗൗനിച്ചില്ല എന്നുള്ളത് ആക്ഷേപകരവുമാണ്. ഞാൻ അതിനോട് കൂടി ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. മുസ്തഫയെ പോലുള്ള ആളുകൾ ഈ കേരളീയത്തിന്റെ മറവിൽ, കേരളീയത്തിന്റെ ഭാഗമായിട്ട് 1.5 കോടി രൂപയുടെ കച്ചവടം നടത്തി നേരിട്ട് കുടുംബശ്രീ പ്രവർത്തകരുടെ കയ്യിലേക്ക് 1.5 കോടി രൂപ കിട്ടി എന്നൊക്കെ കണക്ക് പറയുമ്പോൾ എന്ത് കണക്കിന്റെ ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിൽ അത് പറയുന്നതെന്ന് കൂടി പറയണം. കേരളീയത്തിന് എത്ര രൂപ ചെലവായി, എത്ര
ഇത്ര രൂപ വരുമാനമുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ഒരു കണക്കില്ലല്ലോ. ഈ കേരളത്തിന്റെ സർക്കാർ അതിനെക്കുറിച്ചൊരു കണക്കും പുറത്തുവിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ 1.5 കോടി രൂപ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന് കൃത്യമായ കണക്കുണ്ട്, സ്പോൺസർഷിപ്പ് അടക്കം ഉള്ള കണക്കുകൾ പുറത്തുവിടുമെന്ന് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പറഞ്ഞു. അല്ല, അത് അങ്ങനെ നമ്മൾക്ക് രഞ്ജിത്തിനോ എനിക്കോ ഈ പാനലിരിക്കുന്ന മറ്റാർക്കോ കിട്ടാത്ത കണക്ക് മുഖ്യമന്ത്രി പുറത്തു വിടും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. VPP മുസ്തഫയ്ക്ക് എങ്ങനെ നേരത്തെ കിട്ടിയെന്ന് കൂടി എനിക്ക് അറിയണം. ഇനി അത് ശരിയാണെങ്കിൽ തന്നെ ഇതൊന്നും പറഞ്ഞ് ന്യായീകരിക്കരുത്. കുടുംബശ്രീ 20 രൂപയ്ക്ക് ജനകീയ ഹോട്ടൽ നടത്തിയ കുടുംബശ്രീ പ്രവർത്തകരെ കോടിക്കണക്കിന് രൂപ ബാധ്യതയിൽപ്പെടുത്തിയ ആളുകൾ ഈ കേരളീയത്തിന്റെ മറവിൽ ബജിയും പബ്സും വിറ്റതിന്റെ ന്യായം പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ നോക്കുന്നത് ശരിയല്ല. ഇനി രണ്ടാമത്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് KSRTC സ്റ്റാൻഡുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പോലീസ് വണ്ടി ഇന്ന് ആത്മഹത്യ ചെയ്ത ആ കർഷകന്റെ വീട്ടിലേക്ക് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ ചെല്ലണമെങ്കിൽ തന്നെ പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പൈസ ഉണ്ടോന്ന് കൂടി നിങ്ങൾ അന്വേഷിക്കണം. 28 കോടി രൂപയെങ്കിലും മിനിമം വേണം പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ എന്ന് DGP കൊടുത്ത കത്തിനെ കുറിച്ച് നമ്മൾ വാർത്ത കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന കേരളത്തിലാണ് സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി കർഷകർക്ക് കൊടുത്ത ഉപദേശം നിങ്ങൾ കൃഷി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെ അതിനെയും കാണുന്നത്. കാരണം സജി ചെറിയാൻ പറഞ്ഞ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം. കാരണം കർഷകരൊക്കെ ഇനി ടാലിയും MS ഓഫീസും പവർ ബിൽഡറും ഒക്കെ വിൽപ്പന നടത്തുന്ന കൺസൾട്ടൻസി കമ്പനികൾ സ്ഥാപിച്ചുകൊണ്ട് വീണാ വിജയനെ പോലെ ആയില്ലെങ്കിലും കുറച്ചൊക്കെ ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാട് സംഘടിപ്പിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും സജി ചെറിയാൻ അത് പറഞ്ഞത് എന്നുകൂടി ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാം. ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. 2023-24 ഒന്നാം വിളയുടെ സംഭരണ വില വിതരണം നവംബർ 13 മുതൽ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഭാവിയിലും നെല്ല് സംഭരണം കാര്യക്ഷമമായി നടത്തും. ഒറ്റത്തവണയായി വായ്പ തീർപ്പാക്കുന്ന ഇടപാടുകാരുടെ സിബിൽ സ്കോറിനെ ബാധിക്കുന്നുണ്ട് മുൻകാല വായ്പകൾ പലപ്പോഴും എടുക്കുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ തരത്തിൽ ഈ നെൽകർഷകരുടെ ക്ഷേമത്തിനായി ഈ വൈകിയ വേളയിലെങ്കിലും കർഷകർക്കായി ഇടപെടൽ നടത്തുന്നുണ്ട് സർക്കാർ, ആരംഭിച്ചു കഴിഞ്ഞു സർക്കാർ എന്നുള്ളതാണ്. അത് പോസിറ്റീവായി കാണുന്നു. ഇനിയെങ്കിലും ഈ നേതാക്കൾ, താങ്കളെപ്പോലെയുള്ള പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന നേതാക്കളൊക്കെ ഇടപെട്ട് ഇവരുടെ ഈ പ്രശ്നങ്ങൾ സർക്കാരിനെ പറഞ്ഞ് മനസ്സിലാക്കാനും യാഥാർത്ഥ്യബോധത്തോടുകൂടി അക്കാര്യങ്ങൾ വ്യക്തമാക്കാനും ഒക്കെ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഇത്തരം ആത്മഹത്യകൾ, നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ഒഴിവാക്കാം. ശ്രീ VPP മുസ്തഫ, അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള പ്രതീക്ഷ എന്താ? ഇടതുപക്ഷമാണ് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ മുന്നണി. അവർക്ക് തെറ്റുപറ്റിയാൽ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും. വലതുപക്ഷം അങ്ങനെയല്ല, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക്, പിന്നെ അത് ജീർണതയിലേക്ക്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അങ്ങനെ ഞങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന വാശിയല്ല ഉള്ളത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ. തെറ്റുതിരുത്തൽ പ്രക്രിയയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പക്ഷെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ആ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ മറുപടിയെ ലഭിക്കുകയുള്ളൂ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് എന്താ? ഞങ്ങൾ ഈ നാടാകെ ഇങ്ങനെ മോശമാക്കിയിരിക്കുകയാണ് വല്ലാതെ. ഞാൻ അതുകൊണ്ട് പഴയ കാലത്തെ കുറിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇന്ന് കേരളം നിൽക്കുന്ന അവസ്ഥ എന്താ? ഈ 1ാം സ്ഥാനത്ത് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നതല്ല കേട്ടോ. ഞങ്ങളെ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ശ്വാസം മുട്ടിക്കാൻ നോക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ, ഈ കൃഷി ഉൾപ്പെടെ നാനാ മേഖലകളിലുള്ള കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് പറയുന്നത് കേരളം ഇന്ത്യയിൽ നമ്പർ 1 എന്ന്. അല്ലാതെ കേരള സർക്കാർ സ്വയംഭൂവായിട്ട് ഞങ്ങളൊരു കണക്കുണ്ടാക്കിയിട്ട് പറഞ്ഞതല്ല. നീതി ആയോഗിനെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു കാരണമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കേരളത്തെ ഞെക്കിക്കൊല്ലാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റും ഒക്കെ ഇന്നലെയും ഇന്നും ഒക്കെ നടത്തിയ പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞങ്ങൾ അനുവദിക്കില്ല ഈ കേരളത്തിൽ ഒന്നും വരാനെന്നല്ലേ. ഞങ്ങൾ കേന്ദ്രത്തിൽ അതിനുള്ള ഇടപെടൽ നടത്തുന്നു. ആ കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രണ സംവിധാനമായ നിതി ആയോഗാണ് പറയുന്നത് ഓരോ വർഷത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ട് കേരളമാണ്. അതിനിടയിൽ ഞങ്ങളെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഈ PRS തന്നെ എന്തുകൊണ്ടാണ് വേണ്ടി വന്നത്? അത്രമേൽ സാമ്പത്തികമായി ഞെരിക്കുകയാണ് കേരളത്തെ. ഒരു വാക്ക് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞോ? ഇന്നലത്തെ മാതൃഭൂമി പത്രം 1ാം പേജിൽ കൊടുത്തല്ലോ. ഞങ്ങൾ മോശമാക്കാനാണെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതിന്റെ കണക്ക്, അതിൽ നെല്ലിന്റെ വില, നെല്ല് സംഭരണം, അത് നേരത്തെ പറഞ്ഞ പോലെ കണക്ക് കൊടുക്കാത്തത് കൊണ്ടല്ല. കഴിഞ്ഞ വർഷം വരെയുള്ള വില കൊടുത്തു തീർത്തു. അത് PRS ലോണായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ശരി. പക്ഷേ കേന്ദ്രം തന്നിട്ടില്ലല്ലോ. ഇത് അടുത്ത വർഷം, ഈ വർഷം സംഭരിച്ചത് മറ്റന്നാൾ മുതൽ കൊടുക്കുന്നതിന്റെ വായിച്ചു. കേന്ദ്രം തരാനുള്ളത് തന്നോ? കൊടുത്തു തീർത്തതാണ് കേട്ടോ. കൊടുത്തു കഴിഞ്ഞത് തന്നില്ല. അത് തന്നാൽ അങ്ങനെ തന്നെ ബാങ്കിലടക്കാം. കാരണം കൊടുത്തു കഴിഞ്ഞത് കൊണ്ട് വേറെ കൃഷിയെ വരില്ല. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ചെയ്തില്ല. അപ്പോഴും കർഷകൻ ബുദ്ധിമുട്ടരുത്.
പെൻഷൻ കിട്ടാത്തവർ ശരി, ബുദ്ധിമുട്ട്. ഏതായാലും ഈ പ്രശ്നം, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാകരുത്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കണം, നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ കർഷകന്റെ കണ്ണീർ ഇനി കേരളത്തിന്റെ മണ്ണിൽ വീണുകൂടാ. അതിന് ആർജവമുള്ള ഭരണ നേതൃത്വം അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥനയുള്ളത്. ശ്രീ ജിൻഡോ ജോൺ, ശ്രീ VPP മുസ്തഫ, ശ്രീ ഉമേഷ്, ഒപ്പം ശ്രീ രാധാകൃഷ്ണൻ മേനോൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമായി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കർഷകൻ പ്രസാദിന്റെ ആത്മഹത്യക്ക് ഉത്തരവാദി സർക്കാരോ എന്നുള്ളതായിരുന്നു പ്രൈം ഡിബേറ്റ്. PD പോളിലൂടെ ചോദിച്ചത്. അതെ എന്ന് 88% ആളുകൾ ഉത്തരം നൽകി, അല്ല എന്ന് 9%, നിഷ്പക്ഷമായി 3% ആളുകൾ. 88% ആളുകളും കർഷകന്റെ ആത്മഹത്യക്ക് ഉത്തരവാദി സർക്കാരാണ് എന്നാണ് ഉത്തരം നൽകിയത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.